organizing a program like this, inviting very outstanding resource persons like James Joseph, Sharada Kuti and all others. Lot of thought seems to have gone behind this program. So I would like to thank the principal for this very insightful idea of organizing an orientation or a training program for the teachers on the eve of school reopening. Nothing could be more relevant. Nothing could be more relevant than a training program. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ ആയിട്ട് അങ്ങ് സമയം ചിലവഴിച്ചു കൊള്ളാം. ഞാനിപ്പോൾ ഒരു പരിശീലന സ്ഥാപനത്തിൻ്റെ അധിപനായിട്ട് ഇരിക്കുകയാണ് കുറച്ചു കാലമായി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ്. അവിടെ ഞാൻ കുറച്ചു കാലത്തേക്കാണ് പോയതെങ്കിലും ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അവിടെ ഇരിക്കുകയാണ്. കാരണം ഈ പരിശീലനത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുകയും പരിശീലനം കൊണ്ട് ആളുകൾക്ക് വരുന്ന മാറ്റങ്ങളെപ്പറ്റി ബോധ്യമാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഏർലിയർ പണ്ടൊക്കെ നമ്മൾ ഈ പരിശീലനത്തിന് വിടുമ്പോൾ നമ്മൾ സാധാരണ മലയാളികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശീലനം ഇതൊക്കെ എത്ര കണ്ടതാണ്, ഒരു കാര്യം 2 ദിവസം അടിച്ചു പൊളിച്ച് നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് പോരാം എന്ന ഒരു ധാരണ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. പരിശീലനത്തിന് അങ്ങനെ ഒരു ദുഷ്പേരുണ്ട്. പരിശീലനം കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവും വരാനില്ലെന്നും അതൊരു പെയ്ഡ് ഹോളിഡേ പോലെ 2 ദിവസം എല്ലാവരെയൊക്കെ കാണാം, പിന്നെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞെങ്കിൽ പോരാം, പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കും. അത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇത് ഒരു പരിശീലനത്തിൻ്റെ ഇഫക്റ്റീവ്നെസ്സിന് ഫിൽറ്റർ തീർക്കുന്ന ഒരു വലിയ ഘടകമാണ്. ഞാനിത് അവിടെ IMG-യിൽ ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുമ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫിൽറ്റർ വി ഹാവ് ടു അറ്റാക്ക്. അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു മനോഭാവം ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ പരിശീലനം കൊണ്ട് എന്ത് പ്രയോജനം? ഞങ്ങൾക്ക് ഇത്രയൊക്കെ പ്രായമായല്ലോ, ഇനി ഞങ്ങളെ പരിശീലിപ്പിച്ചിട്ട് എന്താണ് കാര്യം? പുതിയതായിട്ട് എന്താണ് അറിയാനുള്ളത്? അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മളൊക്കെ മാറുമോ? മനുഷ്യൻ്റെ സ്വഭാവം മാറുമോ? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരും. വരുന്നു എന്നുള്ളത് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമേ ഉള്ളൂ, വേറെ തെറ്റല്ലാതെ. So there are the essence of what I said so far is that there are certain man-built or woman-built barriers or filters that prevents the efficacy of training to affect us. നമ്മളെ പരിശീലനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇഫക്റ്റീവ്നെസ്സിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന മാനസികമായിട്ടുള്ള ചില ഫിൽറ്ററുകൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ യോഗ ടീച്ചർമാരെ പോലെ നിശബ്ദമായിരിക്കാനോ കാലും മീതെ കാല് കയറ്റിയിരിക്കാനോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ സംസാരിക്കുമ്പോഴും in 2 minutes you can make a quick recce of your mind. എൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള മതിലുകൾ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ ഒരുത്തർ വന്ന് ട്രെയിനിങ്ങിന് പ്രയോജനമില്ലാത്ത സമയം കളഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് therefore എല്ലാ ട്രെയിനിങ്ങും ഇതുപോലെ മോശമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പിന്നെ എന്നെ തല്ലണ്ട, ഞാൻ നന്നാവില്ല എന്നുള്ള വിചാരമുണ്ടാവും. സോ ഇൻ 1 quick minute പ്ലീസ് സെർച്ച് യുവർ സെൽഫ്. ക്യാമറ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് തിരിച്ചു പിടിച്ചിട്ട്, ഡു ഐ റിയലി ഹാവ് സച്ച് ഇൻഹിബിറ്റിംഗ് ഫാക്ടേഴ്സ്? ഈ ട്രെയിനിങ് കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ വാതിൽ തുറന്ന് ഇറങ്ങിപ്പോ എന്ന് പറയണം ആദ്യം. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ ബഹുരൂപികളാണ്. ഞാൻ ബഹുരൂപി എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. നമുക്കൊരാളെ സ്നേഹിക്കാമെന്ന് വിചാരിച്ച് ഇത്തിരി സ്നേഹത്തിൽ ചെയ്യാൻ പറയുമ്പോൾ ഉണ്ടല്ലോ, എന്താ സ്നേഹിച്ച് കളയാമെന്ന് വിചാരിച്ച് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ എന്തെങ്കിലും സ്വഭാവം നമ്മളെ കൊണ്ട് അയാളെ വെറുക്കാൻ പ്രേരിപ്പിക്കും. നമ്മൾ ബഹുരൂപികളാണ് നമ്മളെല്ലാവരും. ഒരുത്തനെ വെറുത്ത് കളയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് അവൻ്റെ എന്തെങ്കിലും എൻഡിയറിങ് പെരുമാറ്റം കൊണ്ട് നമ്മളയാളെ സ്നേഹിച്ചു പോകും. ഇല്ല, ഇങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യ ജീവിതത്തിൻ്റെ പിന്നെ എന്താണ് നമുക്ക് പ്രവചനാതീതമായിട്ടുള്ള മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കുന്ന ഒരാളുണ്ടോ എന്ന് നോക്കണം. ആ ആൾ അവിടെ ഇരുന്ന് പരിശീലനം എന്നൊക്കെ പറയുന്ന എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഇട്ട് പരിശീലനത്തിനെ പുച്ഛിച്ച് തള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളോട് ഇറങ്ങിപ്പോകാൻ പറയുക. ഞങ്ങൾ സ്വതന്ത്രമായ മനസ്സോടുകൂടി ഇത്തിരി പരിശീലന ക്ലാസ്സിൽ ഇരുന്നു കൊള്ളട്ടെ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ബി ഹിയർ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. വൺ മോർ തിങ് ഐ ക്യാൻ ടെൽ യു, മനുഷ്യൻ്റെ പുതിയ അറിവുകളോ അല്ലെങ്കിൽ പുതിയ നൈപുണികളോ സ്കിൽസോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ പരിശീലനം കൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു വച്ചത്, നിങ്ങൾ ക്ലാസ് മുറിയിൽ നിന്ന് നേടിയ പരിചയം, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത്
അതെല്ലാം ദീസ് ആർ യുവർ സ്കിൽസ് ആൻഡ് നോളജ്. അതൊന്നും ഇവിടെ ആരും മാറ്റുന്നില്ല. പക്ഷേ പരിശീലനം കഴിയുമ്പോൾ മാറുന്നത് പിന്നെ എന്താണ്? പരിശീലനം കഴിയുമ്പോൾ മാറുന്നത് നമ്മളുടെ കഴിവിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അതിൻ്റെ ഫുൾ യൂട്ടിലൈസേഷന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ചില മനോഭാവങ്ങൾ, നമ്മുടെ ചില ശീലങ്ങൾ, ശീലക്കേടുകൾ, ധാരണപ്പിശകുകൾ, മുൻവിധികൾ, നമ്മൾ തന്നെ നമുക്കുണ്ടാക്കി വച്ചിരിക്കുന്ന പ്രതിബന്ധങ്ങൾ, ഇതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലെ വെളിച്ചം പൂർണ്ണമായി പുറത്തു വരാനുള്ള ഒരു മാനസികമായ സജ്ജീകരണവും സന്നദ്ധതയും ഉണ്ടാക്കിയെടുക്കൽ മാത്രമാണ് പരിശീലനത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങൾ BEd ക്ലാസ്സിൽ പഠിച്ച പെഡഗോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനോ, പുതിയ തിയറി പഠിപ്പിച്ചു തരാനോ, സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി പഠിപ്പിച്ചു തരാനോ ഒന്നും ഞാൻ തയ്യാറല്ല, എനിക്കറിയാനും വയ്യ. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, ഒരു ഇഫക്റ്റീവ് പരിശീലന പരിപാടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ യു ഡിസ്കവർ യുവർ സെൽഫ് ആൻഡ് യു ആർ എംബോൾഡൻഡ് ഓർ യു ആർ കമ്മിറ്റഡ് ടു ഗിവ് യുവർ വെരി ബെസ്റ്റ്. ആ ഒരു മനോഭാവത്തോടു കൂടി ഈ പരിപാടി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമെങ്കിൽ ഐ തിങ്ക് ദ പേർപ്പസ് ഓഫ് ദിസ് ട്രെയിനിങ് വുഡ് ബി വാലിഡേറ്റഡ്. അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റിക്കളയണമെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പണ്ട് ഞങ്ങൾ IAS വേറെ ഐ വാസ് എ ജൂനിയർ ഓഫീസർ. അന്ന് പത്മരാമചന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ ചീഫ് സെക്രട്ടറി, അന്ന് IMGയുടെ ഡയറക്ടറാണ്. ഈ IMG, ഞാനിപ്പോൾ ഡയറക്ടറായിരിക്കുന്ന സ്ഥാപനത്തിൽ ഞങ്ങളൊരു 2 മാസം ഒരു തീവ്ര ശിക്ഷ നടപടിക്ക് വിധേയമാക്കിയ പോലെ 2 മാസം ഞങ്ങളെ അവിടെ പരിശീലനത്തിനിട്ടു. ശരിക്കും 2 മാസം നൈനിറ്റാളിൽ പരിശീലനത്തിന് പോകേണ്ടതായിരുന്നു. അത് വെട്ടി തിരുവനന്തപുരത്താക്കി. അപ്പം തന്നെ ഞങ്ങൾക്ക് തുടങ്ങി. ഞങ്ങളൊരു 10-20 പേരുണ്ട്. നമ്മൾ അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉപദ്രവങ്ങൾ ചെറുതല്ല. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അന്ന് വി ആർ ഓൺലി 7 years ഇൻ സർവീസ്. കളക്ടർഷിപ്പ് കഴിഞ്ഞില്ല, അതിനു മുമ്പ് 6 years ഇൻ സർവീസ്. അപ്പോൾ പത്മരാമചന്ദ്രനോട് ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പെരുമാറുന്നത്. കാരണം നൈനിറ്റാലിൻ്റെ ഒരു പ്രോഗ്രാമിന് വിടുന്നതിന് പകരം തിരുവനന്തപുരത്ത് വെച്ചു. 3 ആഴ്ചത്തെ പ്രോഗ്രാം നീട്ടി 2 മാസമാക്കി. മനസ്സിലായി? എന്നാൽ തിരുവനന്തപുരത്ത് വീട്ടിൽ പോകുമ്പോൾ അത് സമ്മതിക്കില്ല, ഹോസ്റ്റലിൽ തന്നെ താമസിക്കണം. ഇത്തരത്തിലുള്ള ഞങ്ങൾക്കിഷ്ടമില്ലാത്ത തീരുമാനങ്ങൾ എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇനി ഇവിടെ ആര് വന്നാലും അവൻ്റെ ജീവിതം ദുസ്സഹമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ IASകാരാണ്, 10-20 പേരുണ്ട്. അവസാനം നമുക്ക് തന്നെ കഷ്ടം തന്നെ ഇനി ഞങ്ങൾ സഹകരിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. അങ്ങനെ ഞാൻ പറയുന്നത് മനുഷ്യ മനസ്സാണ്. പലതും തോന്നും. ഇവിടെ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. അച്ഛൻ വളരെ മാന്യമായിട്ട് നിങ്ങളെ കുറച്ച് സമയത്തേക്ക് ഇവിടെ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പരിശീലനത്തിനെതിരെ മുൻ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തിക്തമായിട്ടുള്ള ആശയങ്ങളുണ്ടെങ്കിൽ ഗെറ്റ് എമാൻസിപ്പേറ്റഡ് ഫ്രം ദാറ്റ് ആൻഡ് ബി ഹിയർ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് on the firm belief that there is no tool, there is no technique other than proper training to mold us and നമ്മുടെ ഏറ്റവും നല്ലത് പുറത്തു കൊണ്ടുവരാൻ ഈ പരിശീലനമല്ലാതെ വേറെ ഒരു ഉപകരണവും നമ്മുടെ കയ്യിലില്ല. There is no chemical reaction by which our attitudes can be changed, only by training. ഇനി ട്രെയിനിങ്ങിനെ പറ്റി ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രെയിനിങ്ങും ഒരുപോലെ എഫക്റ്റീവ് ആവണമെന്നില്ല. ട്രെയിനിങ് ഇഫക്റ്റീവ് ആകണമെങ്കിൽ 3-4 ഘടകങ്ങളുണ്ട്. ദ സബ്ജക്ട് ഷുഡ് ബി റെലവൻറ്റ്, ദ ടോപ്പിക് ഷുഡ് ബി റെലവൻറ്റ്. 2, ഈ വന്നിരിക്കുന്ന റിസോഴ്സ് പേഴ്സണ് വിവരമുണ്ടെന്ന് മാത്രമല്ല, ഹീ ഷുഡ് ഹാവ് ഓഥൻറ്റിസിറ്റി. അയാൾ പറയുന്നത് നമുക്ക് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഓഥൻറ്റിസിറ്റി, ഒരു എമോഷണൽ ഇൻറ്റഗ്രിറ്റി, ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ തുറക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ അടഞ്ഞു പോകും. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ. 3 എന്താണ് ഏറ്റവും പ്രധാന കാര്യം, വിച്ച് ഐ വുഡ് അഡ്വൈസ് യു ടു സോർട്ട് ഓഫ് പ്രാക്ടീസ്. അതെന്തെന്ന് ചോദിച്ചാൽ, ഇത് റെസിഡൻഷ്യൽ പ്രോഗ്രാം അല്ല. ഐഡിയലി എ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് ഇഫക്റ്റീവ് വെൻ ഇറ്റ് ഈസ് റെസിഡൻഷ്യൽ. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ വീട്ടിൽ തിരിച്ചു പോയി കഴിയുമ്പോൾ നമ്മളുടെ ഒരു പാറ്റേൺ ഉണ്ട്. എല്ലാ വീടുകളിലും ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ വൈകിട്ട് ചെല്ലുന്നു, കുളിക്കുന്നു, കുളിക്കുന്നില്ല, മേല് കഴുകുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പേപ്പർ വായിക്കുന്നു, TV ചെയ്യുന്നു, അല്ലെങ്കിൽ അടുക്കളപ്പണി ചെയ്യുന്നു, രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു, കുട്ടിയുടെ ഹോംവർക്ക് നോക്കുന്നു. ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള പാറ്റേൺ ഉണ്ട്. ദർ ഇസ് എ പാറ്റേൺ. ഈ പാറ്റേണിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ് ഓൾസോ ഫോൾസ് ഇൻ ടു ദ സെയിം പാറ്റേൺ. നമ്മുടെ തോട്ട് പ്രോസസ്സും വ്യത്യസ്തമായ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ ഈ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ പാറ്റേണിൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് ആർ മോർ ഇഫക്റ്റീവ് എന്ന് പറയാൻ കാര്യം. ബിക്കോസ് യു ഗെറ്റ് ഫ്രീ ടൈം. അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫ്രീ ടൈം ഉള്ളപ്പോൾ യു വിൽ ബി ഏബിൾ ടു ഇൻട്രോസ്പെക്റ്റ്. ഇപ്പോൾ നിങ്ങൾ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ പോലും ഞാനീ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഒരു പാറ്റേൺഡ് ജീവിത രീതിയിലാണെങ്കിൽ പോലും യു ഷുഡ് ഫൈൻഡ് സ്പേസ്, ടൈം ടു ഇൻട്രോസ്പെക്റ്റ്. ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അത്
നമ്മളുടെ ഏത് രീതിയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, പ്രായോഗികമാക്കാൻ സാധിക്കുന്നു, പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഓരോ പാർട്ടിസിപ്പൻറ്റും അവരുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ആണ് സ്വീകരിക്കുന്നത്. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ബാധകമോ സ്വീകാര്യമോ ആയിരിക്കുകയില്ല. അങ്ങനെ ആവുകയുമില്ല. ബിക്കോസ് വി ആർ ഓൾ ഡിഫറെൻറ്റ്. അത് ചിലർക്ക് അതിൻ്റെ 90% വേണമായിരിക്കും, ചിലർക്ക് 100% വേണമായിരിക്കും, ചിലർക്ക് 20% മതിയായിരിക്കും. അത് ഇതുപോലെ ആയിരിക്കില്ല. നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസുകളുമായിട്ട് അതിനെ കൂട്ടിച്ചേർത്ത് വിളക്കിച്ചേർത്ത് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ഇയാൾ പറഞ്ഞ ഈ ആശയം ഞാൻ നടപ്പിലാക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്ന് ഒരു സൈലൻ്റ് ഇൻട്രോസ്പെക്ഷൻ, ഒരു സൈലൻ്റ് പ്രോസസ്സിംഗ് ഉണ്ട്. ഇവിടുന്ന് കിട്ടുന്ന എല്ലാ ഇൻപുട്ടുകളും നിങ്ങൾക്ക് ഒരുപോലെ ബാധകമല്ലെങ്കിൽ പോലും എല്ലാ ഇൻപുട്ടുകളെയും നമ്മളെടുത്ത് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യണം, ഡിപ്പെൻഡിങ് ഓൺ യുവർ എക്സ്പീരിയൻസ്, യുവർ ആസ്പിറേഷൻ, യുവർ പേഴ്സണാലിറ്റി. ഈ കാര്യം നടത്താതെ പരിശീലന പരിപാടി മോശമായിരുന്നു എന്ന് ദയവ് ചെയ്ത് പറയരുത്. പറയുന്നതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ആളുകൾ വന്ന് പറയുള്ളൂ. നിങ്ങൾക്കത് എടുക്കുന്നതിലുള്ള നമ്മുടെ കഴിവുകേടോ നമ്മുടെ താല്പര്യക്കുറവോ നമ്മുടെ സാഹചര്യമില്ലായ്മയോ ആണ് ഒരു പരിശീലനത്തിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ നിർണ്ണയിക്കുന്നത് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിനെ സമ്മപ്പ് ചെയ്താൽ എന്താണ്? എ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് ആസ് ഗുഡ് ആസ് യു ടേക്ക് ഇറ്റ്, യു കസ്റ്റമൈസ് ആൻഡ് ഇൻറ്റേർണലൈസ് ഇറ്റ്. അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം. അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണമെങ്കിൽ സൈലൻ്റ് ഇൻട്രോസ്പെക്ഷൻ, കൺസിഡറിങ് എവറി ഇൻപുട്ട്. ചിലത് തള്ളിക്കളയുക, ചിലത് സ്വീകരിക്കുക, കസ്റ്റമൈസ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കാൻ ഉള്ള കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ മനോഭാവത്തിൽ, നമ്മളുടെ സമീപനങ്ങളിൽ മറ്റാരും അറിയാതെ ഉള്ള സൈലൻ്റ് എവല്യൂഷൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഒരു പരിശീലനത്തിൻ്റെ വിത്ത് മുളയ്ക്കുന്നത്. അല്ലാതെ ഇന്ന് പറഞ്ഞു നാളെ നിങ്ങൾ മാറി അങ്ങനെ മനുഷ്യപ്രകൃതം മാറുകയില്ല. നമ്മുടെ മനോഭാവങ്ങളിൽ ചില അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പരിശീലന പരിപാടി കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ മലയാളി ചോദ്യത്തിന് പരിശീലനം കൊണ്ട് മാത്രമേ മനുഷ്യന് മാറാൻ സാധിക്കൂ എന്നും കൂടി ഈ രണ്ട് കേവിയറ്റോടുകൂടി അല്ലെങ്കിൽ ഈ രണ്ട് ആരംഭത്തിലുള്ള ക്ലാരിഫിക്കേഷനോടുകൂടി വി വിൽ കം ഇൻ ടു ദ ടോപ്പിക് ഓഫ് എഡ്യൂക്കേഷൻ. ദിസ് ഈസ് എ പ്രൈമർ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പരിശീലന പരിപാടി എൻ്റെ സെഷന് വേണ്ടി മാത്രമല്ല, എല്ലാ സെഷനെ പറ്റി ഞാനിതാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന 200 പേർക്കും ഒരുപോലെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ആരെ കൊണ്ട് സാധ്യമല്ല. ബിക്കോസ് എവറിബഡി ഹാസ് എ ഡിഫറെൻറ്റ് ട്രാക്ക് റെക്കോർഡ്. നമ്മുടെ എല്ലാ എമോഷണൽ ലൈഫ് വേറെയാണ്, നമ്മുടെ ഇൻ്റലക്ച്വൽ ലൈഫ് വേറെയാണ്, നമ്മുടെ പെരുമാറ്റം വേറെയാണ്, നമ്മുടെ പേഴ്സണാലിറ്റി വേറെയാണ്, ഇമോഷണൽ ത്രഷോൾഡ് വേറെയാണ്. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു കസ്റ്റമൈസ് ഇറ്റ്. കറണ്ട് വന്നാൽ ആ ബൾബിൻ്റെ വോൾട്ടേജ് അനുസരിച്ചിട്ടല്ലേ അത് സ്വീകരിക്കാൻ പാടുള്ളൂ. എത്രയാണ് അതിൻ്റെ കപ്പാസിറ്റി അതനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. കൂടുതൽ സ്വീകരിച്ചാൽ ബൾബ് ഫ്യൂസായി പോകും, കുറച്ച് സ്വീകരിച്ചാൽ അത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആയിപ്പോൾ. അതുകൊണ്ട് കറക്റ്റായിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്ത് സ്വീകരിക്കുക, പ്രകാശിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വി വിൽ കം ഇൻ ടു ദി ടോപ്പിക് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വ്യാപകമായിട്ട് കാര്യമാണ്. എന്നോട് അച്ഛൻ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? ചേഞ്ചിങ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ അല്ല ഞാൻ ഏതായാലും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാറുന്ന സാഹചര്യത്തിൽ അധ്യാപകർ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ മാറ്റമുണ്ട്. ഈ മാറുന്ന ലോകത്ത്, ഈ വിദ്യാഭ്യാസത്തിൻ്റെ മാറുന്ന ഒരു ഡൈനമിക്സിൽ വാട്ട് ഷുഡ് എ ടീച്ചർ ഡു? വാട്ട് ഈസ് എ ചേഞ്ചിങ് റോൾ ഓഫ് ദ ടീച്ചർ ഇൻ എ ഡൈനമിക് എഡ്യൂക്കേഷണൽ സിനാരിയോ? അതാണ് മാറുന്ന സമൂഹത്തിൽ വിദ്യാഭ്യാസം മാറും, സംശയമില്ല. അങ്ങനെ സമൂഹവും വിദ്യാഭ്യാസവും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരധ്യാപകൻ്റെ റോള് എങ്ങനെ പുനർനിർവചിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. കാരണം ബാക്കി കാര്യങ്ങൾ നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. നമുക്ക് നിയന്ത്രണമുള്ള കാര്യം, നമുക്ക് വേണമെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരാവുന്ന കാര്യം, നമുക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത കാര്യം. ഇപ്പോൾ ഇന്ത്യയുടെ മാക്രോ എക്കോണമി നേരെയാക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാൻ നമുക്ക് നിയന്ത്രണമുള്ള കാര്യമാണോ? റഷ്യയിലോ അല്ല യുക്രൈനിലോ പാലസ്തീനിലോ യുദ്ധം തീർത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്ത് കളയാൻ നേരം നമുക്ക് നിയന്ത്രണമുള്ള കാര്യമല്ല. ദീസ് ആർ ഓൾ തിങ്സ് ബിയോണ്ട് അവർ കൺട്രോൾ. അപ്പോൾ അതുകൊണ്ട് ദർ ആർ certain areas which are under our control. അതെന്താണ്? നമുക്ക് മാത്രമേ നമ്മുടെ മേൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ. അതർ ഫാക്ടേഴ്സ് ആർ ബിയോണ്ട് അസ്. ഇപ്പോൾ ഈ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുന്നു, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു, പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുന്നു, ഇക്കണോമിക്സ് മാറിക്കൊണ്ടിരിക്കുന്നു. സൊസൈറ്റി ആകെ ഇറ്റ് ഈസ് ഇൻ എ ചേർണിങ് പ്രോസസ് ഓൺ വിച്ച് വി ഹാവ് നോ കൺട്രോൾ ആസ് ഇൻഡിവിജ്വൽസ്. പക്ഷേ നമ്മൾ വിദ്യാഭ്യാസം നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇൻ ദ ലോങ് ടേം വി ഹാവ് ദി എബിലിറ്റി to mold
the student so that he is able to negotiate these changes with clarity and confidence. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അപ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ചിങ് റോൾ ഓഫ് ദ ടീച്ചർ? ചേഞ്ചിങ് റോൾ ഓഫ് ദ ടീച്ചർ അറിയണമെങ്കിൽ we have to take up the project of continuous redefinition. ഞാൻ എൻ്റെ ഈ പരിപാടി അല്ലെങ്കിൽ എൻ്റെ ഈ പ്രസൻറ്റേഷനെ I would like to call it as a process of continuous redefinitions. നമ്മൾ ഡെഫിനിഷൻസിനെ പുനർനിർവചിക്കേണ്ടതുണ്ട്. ഓരോ ഡെഫിനിഷനെയും പുനർനിർവചിക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ കച്ചവടമുണ്ട്, ട്രാൻസ്പോർട്ടുണ്ട്, പല കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ നത്തിങ് റിഫ്ലെക്ട്സ് ദി ചേഞ്ചസ് ഇൻ സൊസൈറ്റി ആസ് ഇൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിലെ പോലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ഇത്രയും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയില്ല. എന്തുകൊണ്ട്? നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന 15 വയസ്സുകാരൻ അല്ലെങ്കിൽ 15 വയസ്സുകാരി, 12 വയസ്സുകാരി, 10 വയസ്സുകാരൻ, 10 വയസ്സുകാരി, ഇവരെയൊക്കെ പഠിപ്പിച്ചിട്ട് നാളെ ഈ സമൂഹത്തിന് എന്തെങ്കിലും കിട്ടാനാണോ? നാളെ എന്ന് പറഞ്ഞാൽ 2025 അവരെ കൊണ്ട് പ്രയോജനം കിട്ടാനല്ല. We are grooming them for a period in history which is maybe 10 years ahead of us. 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വളരെ വിജയശ്രീലാളിതരായി നമ്മുടെ കുഞ്ഞുങ്ങൾ പരിലസിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. ദേ ഷുഡ് നോട്ട് സ്റ്റട്ടർ. അവർക്ക് കാലിടറാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം എന്ന് നാളെയും മറ്റന്നാളും ഒക്കെ നമ്മളവരെ പരിരക്ഷിക്കാനുണ്ട്. 2025, 26, 27, 2030 ഒക്കെ നമ്മളവരുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുണ്ട്. എന്നാൽ ഈ കുട്ടികൾ ഈ സമൂഹത്തിൽ പല പല സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 2035, 2040, 45 ഒക്കെയാണ്. ടുവേഴ്സ് ദ മിഡിൽ ഓഫ് ദ സെഞ്ച്വറി ഇന്ന് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഈ മക്കളാണ് ഈ സമൂഹത്തിൻ്റെ നിർണായകമായ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത്. 2040, 45, 50 എന്നൊക്കെ പറയുന്നത് 2024 പോലെ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡ്. എങ്ങനെ ഏതെല്ലാം തരത്തിൽ ഡിഫറൻസ് വരാം? സൊസൈറ്റിയുടെ ഘടനയും സൊസൈറ്റിയുടെ മനോഭാവങ്ങളും മൂല്യങ്ങളും എല്ലാം മാറും. ടെക്നോളജി വിൽ മേക്ക് അസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ഇപ്പം തന്നെ അങ്ങനെയാണല്ലോ. രാവിലെ എണീറ്റാൽ ഉടനെ നമ്മൾ നോക്കുന്നത് മൊബൈൽ ഫോണ്, കിടക്കുന്നതിന് മുമ്പ് അവസാനം നോക്കുന്നത് മൊബൈൽ ഫോണ്, ഇടയ്ക്ക് വിളിച്ചുണർത്തുന്നത് മൊബൈൽ ഫോണ്. കാരണം ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു ജീവിതമില്ല. ഭാര്യയില്ലെങ്കിൽ ഭർത്താവിനും ജീവിക്കാം, ഭർത്താവില്ലെങ്കിൽ ഭാര്യയും ജീവിക്കാം. പക്ഷേ ഈ മൊബൈൽ ഫോണില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറയുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ആളുകൾ എത്തിയിരിക്കുന്നത്. വി ഹാവ് ബിക്കം സോ ഡിപ്പെൻഡൻ്റ് ഓൺ ദിസ്. ഭാര്യ വിചാരിക്കുന്നതാണ് ഭർത്താവ് 2 ദിവസം ടൂർ പോയ ഒരു ശല്യം കുറഞ്ഞതാണ്. എന്നാൽ ഫോൺ 2 ദിവസം കളഞ്ഞു പോയാൽ കൊള്ളാം നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആകെ പ്രശ്നമാണ്. നേരെ തിരിച്ചും ഭർത്താവ് പോയാൽ കൊള്ളാമെന്ന് ഭാര്യയ്ക്കും, ഭാര്യയ്ക്ക് 2 ദിവസം പോയാൽ കൊള്ളാമെന്ന് ഭർത്താവിനും. അങ്ങനെയാണല്ലോ. കൂടുതൽ ഇൻറ്റിമസി ഡിമാൻഡ് സെപ്പറേഷൻ, കുറച്ച് ടെമ്പററി ആയിട്ടെങ്കിലും എന്ന് പറയുന്നത് പോലെ ഈ മൊബൈൽ ഫോണിൻ്റെ ഡിപ്പെൻഡൻസി സോ മച്ച്. മൊബൈൽ ഫോൺ മാത്രമല്ല, ഇനിയിപ്പോൾ ChatGPTയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലമാണ്. ദ വേ വി ഡു തിങ്സ് ആർ എൻറ്റയർലി ഗോയിങ് ടു ബി ഡിഫറെൻറ്റ്. ഇതുവരെ ചെയ്തതുപോലെ അല്ല നമ്മളിനി കച്ചവടം ചെയ്യാൻ പോകുന്നതും, പഠിപ്പിക്കാൻ പോകുന്നതും, യൂണിവേഴ്സിറ്റികൾ നടത്താൻ പോകുന്നതും, യാത്ര ചെയ്യാൻ പോകുന്നതും ഒന്നും തന്നെ ഇതുവരെ 20ാം നൂറ്റാണ്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെയല്ല, 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ചെയ്തതുപോലെയുമല്ല. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ചേഞ്ചിങ്, മ്യൂട്ടേറ്റിംഗ് വേൾഡ്. ടെക്നോളജി മാത്രമായിട്ട് നിൽക്കുന്നില്ല. ടെക്നോളജി ഇമ്പാക്ട്സ് യുവർ ക്യാരക്ടർ, ടെക്നോളജി ഇമ്പാക്ട്സ് അവർ വാല്യൂസ്, ടെക്നോളജി ഇമ്പാക്ട്സ് അവർ പേഴ്സണാലിറ്റി, ടെക്നോളജി ഇമ്പാക്ട്സ് എവ്രിതിങ്. അതോടൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ തുടങ്ങി എല്ലാ തരത്തിലും മാറ്റങ്ങളുടെ കാലം. പണ്ടൊക്കെ ഇപ്പോൾ MT വാസുദേവൻ നായരുടെ നോവലുകളിലൊക്കെ എന്താണ് നമ്മൾ കാണുന്നത്? കൂട്ടുകുടുംബം തകരുന്നതിൻ്റെ ചിത്രമാണ്. ഒന്നിച്ച് താമസിച്ചിരുന്ന ആളുകളെല്ലാം ഭാഗം വെച്ച് പിരിഞ്ഞു പോകുന്നു. ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പോകുന്നതിൻ്റെ ട്രോമ. ഒന്നിച്ചുണ്ടായിരുന്നൊരു ഷെയർഡ് വാല്യൂവിൽ നിന്ന് പീപ്പിൾ ടെൻ ടു വിഡ്രോ ഇൻ ടു ദെയർ ഓൺ ഷെൽഫ്സ്, ഇൻ ടു ദെയർ സെൽഫിഷ് സെൽഫ്സിലേക്ക് ഒരു സൊസൈറ്റി മാറുന്നതിൻ്റെ പരിച്ഛേദമാണ് MTയുടെ നോവലുകളെ അതിൻ്റെ സവിശേഷത, ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ സാങ്കത്യം അതാണ്. എന്നാൽ ഇന്ന് ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വ്യക്തികളിലേക്ക് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെപ്പറ്റി ആരെങ്കിലും നോവൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ നോവലുകളൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഫാമിലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ, ഇല്ലേ? ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഒരുമിച്ച് നിൽക്കണ്ടേ? അതിനകത്ത്
പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ഒരുമിച്ച് നിൽക്കണം. അവർ കറങ്ങിക്കോട്ടെ, പക്ഷേ ഒരുമിച്ചിരിക്കണം. പക്ഷേ ഇത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ നമുക്കൊരു നിയന്ത്രണവുമില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലെ ന്യൂക്ലിയസിനകത്ത് തന്നെ എവരിബഡി ഷ്രിങ്കിങ് ഇൻ ടു ദെയർ ഓൺ സെൽസ്. അമ്മ എന്താണ് ചെയ്യണമെന്ന് അച്ഛനും അറിഞ്ഞുകൂടാ, മക്കൾക്ക് എന്താണ് ചെയ്യുന്നത് അമ്മയ്ക്കും അറിഞ്ഞുകൂടാ, അമ്മ എന്താണ് ചെയ്യുന്നത് മക്കൾക്കും അറിഞ്ഞുകൂടാ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൂടാത്ത തരത്തിൽ ടെക്നോളജി ഹാസ് മെയ്ഡ് അസ് ഇൻ ടു മൊറോൺസ് ആൻഡ് ഐലൻഡുകളായി നമ്മൾ രൂപാന്തരപ്പെട്ടു. ഈ ഇടയ്ക്കൊരു ജോക്ക് അവിടെ വായിച്ചതാണ് കേട്ടോ. ഒരിടത്ത് അമേരിക്കയിലോ ബ്രിട്ടനിലോ മറ്റുമാണ്, അവിടെ പെട്ടെന്ന് കറണ്ട് പോയി. കറണ്ട് അങ്ങനെ പോകാറില്ല, പോയി. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാതെ മുകളിൽ മുറിയിലിരുന്ന് ഈ വാട്സാപ്പോ അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി താഴെ വന്നു. അച്ഛനും അമ്മയൊക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷം നേരിട്ടൊന്ന് കണ്ടു. കാരണം കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. താഴെ വന്ന് അച്ഛനും അമ്മയെ കണ്ടു. അപ്പോൾ തിരിച്ച് കയറി കണക്ഷനൊക്കെ വന്നപ്പോൾ ചാറ്റ് ചെയ്യുന്ന ഫ്രണ്ട് ചോദിച്ചു, ആ ഫ്രണ്ടിനോട് പറഞ്ഞു, ആഫ്റ്റർ എ ലോങ് വൈൽ ഐ മേറ്റ് മൈ പേരൻസ്. ഓ ഹൗ ആർ ദ നൈസ് ഗൈസ്. അതാണ് മനസ്സിലായില്ലേ? അപ്പോൾ തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഈ കുട്ടികളാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ ഒരു പരമ്പരാഗതമായ ഡെഫിനിഷനിൽപ്പെട്ട കുട്ടികളല്ല നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴേ ഇരിക്കുന്നത്, ഇനി വരാൻ പോകുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ നിർവചനങ്ങളെന്ന് ഞാൻ പറയുന്നതിനകത്ത് എഡ്യൂക്കേഷനകത്താണ് ഒരു സൊസൈറ്റിയിലെ എല്ലാ മാറ്റങ്ങളുടെയും ഒരു ക്വിൻറ്റസെൻഷ്യൽ റിഫ്ലക്ഷൻ നമുക്കതിനകത്ത് കാണാം. ഈ അച്ഛനും അമ്മയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടിയിൽ കാണാം. ട്രാൻസ്പോർട്ട് രംഗത്ത് മാറ്റമുണ്ടെങ്കിൽ കുട്ടി വരുന്നതിനകത്ത് നമുക്കത് ബാധിക്കും. ഇലക്ട്രോണിക്സിൽ മാറ്റം വന്നാൽ കുട്ടിയെ ബാധിക്കും. എല്ലാ തരത്തിലും ഈ സൊസൈറ്റിയിലെ സോഷ്യോ ഇക്കണോമിക്, മോറൽ, എത്തിക്കൽ ചേഞ്ചസ് ആർ ഓൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ദ ചൈൽഡ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. എന്നിട്ട് നമുക്ക് ഈ കുട്ടിയോട്, അങ്ങനെയുള്ളൊരു കുട്ടിയോട് 2012 നമ്മൾ ശീലിച്ച ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുമായി ഈ കുട്ടിയെ സമീപിച്ചാൽ അവനെ നമുക്ക് കിട്ടുമോ? വിൽ ഹി ബി വിത്ത് യു? ഹി കനോട്ട് ബി. അതാണ് ഈ മിസ്മാച്ച് ഉണ്ടാവാതിരിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ ഒരു വിദ്യാർത്ഥിയിലൂടെ, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ ഒരു വിദ്യാർത്ഥിയിലൂടെ ക്ലാസ് മുറിയിലേക്ക് ആ മാറ്റങ്ങൾ വന്നു എന്നുള്ളതിനെപ്പറ്റി അധ്യാപകർക്ക് നിരന്തരമായിട്ടുള്ള അവബോധം ഉണ്ടായിരിക്കണം. യു ആർ നോട്ട് ടോക്കിംഗ് ടു എ സ്റ്റാറ്റിക് എൻറ്റിറ്റി ഓഫ് ദ സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റിക് എൻറ്റിറ്റി. അവൻ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ കുട്ടി. മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ ഉൽപ്പന്നമാണ് ഈ കുട്ടി. അച്ഛനും അമ്മയും തങ്ങളിലുണ്ടായിരുന്ന ബന്ധത്തിൽ വന്ന ശൈഥില്യത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ കുട്ടി. ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യശോഷണങ്ങളുടെ മുഴുവൻ റിഫ്ലക്ഷനാണ് ഈ കുട്ടിയിൽ നമ്മൾ കാണുന്നത് എന്ന് പറയുന്ന ഈ സൊസൈറ്റി. Basically what I am trying to tell you that education reflects the fast changing nature of our society, multidimensional changes in society, and you should be able to discern it or visualize it in the form of the child. ആ ചൈൽഡിനകത്ത് വരുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള അവബോധവും സമൂഹത്തെ പറ്റിയുള്ള അവബോധത്തോടും കൂടി നമ്മൾ ക്ലാസ്സിൽ ഒരു കുട്ടിയെ സമീപിക്കുമ്പോൾ നമുക്ക് ഈ കുട്ടിയോടുള്ള ബന്ധത്തിൽ ഒരു മാറ്റം, ഒരു പുതിയ സമവാക്യം ഉണ്ടാവും. ആ സമവാക്യം ഉണ്ടാവണം. അതിന് teachers' awareness about social changes is a prerequisite. You are not living in an island. You are not living in a cocoon. You are living in a dynamic times. In dynamic times, dynamic ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഈ മാറ്റങ്ങളെ കണ്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. മറ്റൊന്നുകൂടി പറഞ്ഞ് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ, ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ എല്ലാം നമ്മൾ കണ്ടുവല്ലോ. ഇപ്പോൾ കോവിഡ് കാലത്ത് മക്കൾക്ക് മൊബൈൽ വാങ്ങിച്ച് കൊടുക്കാത്ത ആളുകൾ പോലും, അമ്മമാരുണ്ട് ചിലർ, അയ്യോ മൊബൈൽ ഞാൻ എൻ്റെ കൊച്ചിന് കൊടുക്കില്ല എന്ന് പറയുന്ന കുട്ടി, അവന് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ മൊബൈലിലൂടെ കാണേണ്ടതൊക്കെ കണ്ടോളൂ, പേടിക്കണ്ട. അവന് നമ്മളെക്കാളും ബുദ്ധിയുള്ള കുട്ടികളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ കോവിഡ് കാലത്ത് വി വർ ഫോഴ്സ് ടു ബൈ മൊബൈൽ ഫോൺസ് ടു ദ, അല്ലെങ്കിൽ ടാബ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ ബാധ്യസ്ഥരായി. ഗ്ലോബലൈസേഷൻ ഈസ് അനദർ ഫിനോമിനൻ വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് വേൾഡ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ +2 കഴിഞ്ഞ് പുറത്ത് പോകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡിജിറ്റൽ ടെക്നോളജി സാധ്യമാക്കിയ അറിവുകൾ. പണ്ട് നമുക്കൊക്കെ കേംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ ഒക്കെ പഠിക്കണമെന്ന് മോഹമുണ്ടായിരുന്ന ഒരു കാലം നടന്നില്ല. കാരണം നടക്കാത്ത കാര്യം എന്താണ്? ഒന്ന് ഈ ആപ്ലിക്കേഷൻ വരുത്താനുള്ള കാശില്ല, അഡ്രസ്സ് അറിഞ്ഞുകൂടാ, പിന്നെ ഈ എയർമെയിലൊക്കെ അഴിച്ചു പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം കഴിയും. ഇനി അപേക്ഷ വരുത്തിയാലോ ഈ ഡോളറിലും പൗണ്ടിലും ഒക്കെ എങ്ങനെ പൈസ എടുത്ത് അയക്കും? ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഒരു 15 വയസ്സുകാരനോ 17 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ 70s, early 70s or late 60s,
എനിക്കിപ്പോൾ ഓക്സ്ഫോർഡിൽ പഠിക്കണമെന്നൊരു മോഹം തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിക്കണമെന്ന് മോഹം തോന്നിയാൽ അന്ന് ഞാൻ എന്തോ ചെയ്യും? ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ എയർബെയിലൊക്കെ അയച്ച് വന്ന് നോക്കി അവസാനം പൈസ ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന കാശെല്ലാം അവസാനം ഉപേക്ഷിച്ചു, ഇല്ലേ? അങ്ങനെ ഉള്ളൊരു കാലത്ത് നിന്ന് ദ ക്ലിക്ക് ഓഫ് എ ബട്ടൺ, നിങ്ങളുടെ കീബോർഡിൽ എല്ലാ സാധനങ്ങളും അതിൻ്റെ അപേക്ഷാ ഫോം ഉൾപ്പെടെ വന്ന് വളരെ അനായാസമായിട്ട് എനിക്ക് ക്യാമ്പസ് കാണാം, എനിക്ക് വിർച്വൽ ടൂർ നടത്താം, ക്ലാസ് മുറിയിലൂടെ പോകാം, ലൈബ്രറിയിലൂടെ പോകാം, ക്യാമ്പസിൽ പോകുന്നു, കഫറ്റേറിയയിൽ പോകുന്നു. ദ ബോയ് ഓർ ഗേൾ ഈസ് എക്സൈറ്റഡ്, മമ്മി ഐ വോണ്ട് ടു ഗോ, എനിക്കിവിടെ പഠിക്കണം എന്ന് പറയുന്ന ഗ്ലോബലൈസേഷൻ്റെ കാലം. നത്തിങ് ഈസ് ഹിഡൻ ഫ്രം ഹിം ആൻഡ് ടെക്നോളജി ഈസ് എ വെരി എനേബിളിംഗ് ടെക്നോളജി. ഈ കുട്ടിയുടെ ലോകം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പരിമിതമായ ലോകമേ അല്ല. ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് ഗ്ലോബലൈസേഷൻ they have widened the horizons of the child's sky. കോവിഡ് കാലത്ത് നമ്മൾ തന്നെ ഈ ടെക്നോളജി എല്ലാം ഉപയോഗിക്കാൻ ബാധ്യസ്ഥരായി. ഈ ടെക്നോളജി ഉപയോഗിച്ചപ്പോൾ ഒരു കാര്യം കൊച്ചിന് മനസ്സിലായി. അതുവരെ ഈ ടെക്നോളജിയൊക്കെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി പേരൻ്റൽ ഗൈഡൻസിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇൻ്റർനെറ്റിൽ കയറി പാഠഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വന്നപ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ മനസ്സിലായി, ടീച്ചർ പറഞ്ഞു തരുന്നതിനേക്കാളും വ്യക്തമായി ഈ ഗൂഗിളിനകത്ത് എല്ലാം കിട്ടുമല്ലോ, ഇനി ടീച്ചറുടെ ക്ലാസ് ഞാൻ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് എന്ന് കുറച്ച് സമർത്ഥന്മാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവനെ കുറ്റം പറഞ്ഞുകൂടാ. ഹീസ് ഫൈൻഡിങ് എ ന്യൂ ടീച്ചർ. ഈ ഗൂഗിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ അവനൊരു പുതിയ ബോധന രീതി പഠിക്കുകയാണ്. വളരെ വ്യക്തമായിട്ടെല്ലാം കാണാം. നല്ല കുട്ടികൾക്ക്, പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക്, പഠിക്കണം എന്നില്ലാത്ത കുട്ടിക്ക് വേറെ ലോകങ്ങൾ ഒരുപാട് കാണാം. അപ്പോൾ ടീച്ചറുടെ റോള്, ക്ലാസ് മുറിയിൽ ഞാൻ എന്തിനു ശ്രദ്ധിക്കണം എന്ന ചോദ്യം, ദീസ് ആർ ഓൾ റിയാലിറ്റീസ്. ദ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് വാട്ട് ഐ സെഡ് സോ ഫാർ ഈസ് ദാറ്റ് ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ ചൈൽഡ്. അവൻ്റെ ലോകത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ ലോകബോധത്തോടു കൂടിയാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അവന് ഗൈഡൻസ് ഇല്ല എങ്കിൽ ഹി വിൽ ബി മിസ്ഗൈഡഡ്. ബട്ട് ഹീ ഈസ് അവെയർ അബൌട്ട് ദ ചേഞ്ചസ്. ഹീ ഈസ് അവെയർ അബൌട്ട് ദ പൊട്ടൻഷ്യൽ. ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ എല്ലാ നല്ല സാധ്യതകളും ചീത്ത സാധ്യതകളും നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചു വച്ചിട്ടുള്ള ബിരുദനാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് നോട്ട് എ റോങ് തിങ്. ഹിസ് ഇൻ്റലക്റ്റ് ഈസ് സോ ഷാർപ്പ് ദാറ്റ് ഹീസ് അവെയർ ഓഫ് ഓൾ ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഞാൻ ഇതുവരെ പറഞ്ഞത്, ഈ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് പറഞ്ഞതിൻ്റെ മുഴുവൻ സത്ത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇൻ വ്യൂ ഓഫ് ദി സർക്കംസ്റ്റാൻസസ്, ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. I was only trying to outline the context in which you work. ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, ഈ കോണ്ടെക്സ്റ്റിൻ്റെ മേൽ നമുക്കൊരു നിയന്ത്രണവുമില്ല. ഞാനും നിങ്ങളുമല്ല ഈ കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കിയത്, ഒരു വ്യക്തിയുമല്ല. ഫാക്ടേഴ്സ് ബിയോണ്ട് അവർ കൺട്രോൾ ആൻഡ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങൾ ഈ കുട്ടിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും കുട്ടി നമ്മളുടെ ഐഡിയൽ ഡെഫിനിഷനെയൊക്കെ എത്രയോ അപ്പുറത്ത് പോയി കഴിഞ്ഞു എന്നും തിരിച്ചറിയുന്നില്ല എങ്കിൽ there will be a mismatch in communication between the teacher and the student. കുട്ടി ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നിന്നെപ്പറ്റി എനിക്ക് അറിയാമെന്നുള്ള പഴയ ധാരണയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമായി വ്യത്യാസമുണ്ട്. If you understand somebody and that somebody understands that you understand him or her, the communication becomes easier. ഐ നോ യു എന്നുള്ളതായിരിക്കണം ടീച്ചർക്ക് ആദ്യം പ്രസരിപ്പിക്കേണ്ട ആദ്യത്തെ മെസ്സേജ്, നോൺ വെർബൽ ടേംസ്. ഐ അണ്ടർസ്റ്റാൻഡ് യു ആൻഡ് യുവർ വേൾഡ്. അതൊരു മോശപ്പെട്ട ജഡ്ജ്മെൻ്റ് അല്ല. ഞാൻ ഏണസ്റ്റായിട്ട് തന്നെ നിൻ്റെ ലോകവും നിൻ്റെ മാറുന്ന അഭിരുചികളെയും സാധ്യതകളെയും അപകടങ്ങളെയും പറ്റി എനിക്കറിയാം എന്ന വിചാരത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദ സ്റ്റുഡൻറ്റ് ഫൈൻഡ്സ് ഇറ്റ് ഈസി ടു റിലേറ്റ് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എ ടീച്ചർ. ചില ടീച്ചർമാരുണ്ട്, നിങ്ങളങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ മാറിയ കാലത്തെപ്പറ്റി ശപിച്ചുകൊണ്ടും ഇത് മോശപ്പെട്ട കാലമാണ്, പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തായിരുന്നു സ്വർഗരാജ്യം ഇവിടെ സമാഗതമായിരുന്നത് എന്നും പറയുന്ന ഒരു നൊസ്റ്റാൾജിക് അഡിക്ട്സ് ഉണ്ട്. ഞാനൊരു കവിയായതുകൊണ്ട് നൊസ്റ്റാൾജിയ വേണമെന്നൊക്കെയാണല്ലോ പറയുന്നത്. എനിക്കങ്ങനെ വലിയ നൊസ്റ്റാൾജിയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ പഴയ കാലമെല്ലാം വളരെ നല്ലത്, ഇതൊക്കെ കെട്ട കാലമാണ്. ആരോടാണ് പറയുന്നത്? ഈ കെട്ട കാലത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട കുട്ടിയോടാണ് പറയുന്നത്. നിൻ്റെയൊക്കെ കാലം എന്തിനു കൊള്ളാം. നമ്മളെ നോട്ട് ഇൻ സോ മെനി വേർഡ്സ്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ അതിനെ മാറ്റണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഉള്ളിലുണ്ടാവുമല്ലോ. കുട്ടിയേക്കാളും തലമൂത്ത ആളുകളാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ലോകം മറ്റൊന്നായിരുന്നു. വി ഹാവ് സർട്ടൻ വാല്യൂസ് ആൻഡ് ബ്യൂട്ടിഫുൾ തിങ്സ് വി ഹാവ് ഇൻഹെറിറ്റഡ് ഫ്രം ദ പാസ്റ്റ്.
അതൊന്നും ഈ കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ കാലത്തിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നീ ജീവിക്കുന്ന കാലം കെട്ട കാലമാണ് എന്ന് ഇൻഡയറക്റ്റായിട്ടൊരു മെസ്സേജ് കൊടുത്താൽ യു ക്യാൻ റെസ്റ്റ് അഷ്വേർഡ് ദറ്റ് ഹീ ഈസ് എസ്ട്രേഞ്ച്ഡ്. അവന് പിന്നെ താല്പര്യമില്ല നിങ്ങളിൽ. അവൻ്റെ ലോകത്തെപ്പറ്റി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ ലോകത്തെപ്പറ്റി എനിക്കും താല്പര്യമില്ല ടീച്ചറെ എന്ന് അവൻ്റെ ഉള്ളിലിരുന്ന് ഒരു നിഷേധി പറയും. ഞാനാണ് കുട്ടിയെങ്കിൽ പറയും. ഞാൻ ഈ ക്ലാസ്സിൽ വലിയ അനുസരണയുള്ള കുട്ടിയായിരുന്നു കേട്ടോ, പക്ഷേ മനസ്സുകൊണ്ട് യാതൊരു അനുസരണയില്ലാത്ത കുട്ടിയായിരുന്നു. വെളിയിൽമേ കാണിക്കുകയല്ല, വെളിമേ ഞാൻ നല്ല കുട്ടിയാണ്, ടീച്ചർമാരുടെ അടിയൊന്നും കിട്ടില്ല, അയാൾ നല്ല സ്റ്റുഡൻ്റാണെന്ന് പറയും. പക്ഷേ ഇൻസൈഡ് ദർ വാസ് എ റിബല്യസ് സെൽഫ്. ടീച്ചർ ഈ പറഞ്ഞൊന്നും ശരിയാവാൻ വഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു നിഷേധി എന്നിലുണ്ടായിരുന്നത് നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് കേട്ടോ, പുറമേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുട്ടിയോട് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അവൻ്റെ ലോകത്തെപ്പറ്റി നമുക്ക് അറിയാം എന്നും ഐ ഡു നോട്ട് ജഡ്ജ് യുവർ വേൾഡ് എന്നുമുള്ള മെസ്സേജ് ആയിരിക്കണം ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണം. അതൊരു കപടമായ മെസ്സേജ് അല്ല. യു ഷുഡ് ബിലീവ് ഇൻ ദാറ്റ്. യു ഷുഡ് ബിലീവ് ദാറ്റ് ദ ടൈംസ് ദാറ്റ് ഹി ലിവ്സ് ഇറ്റ്സ് നോട്ട് ബാഡ്, ഇറ്റ്സ് എ ചേഞ്ച്ഡ് ടൈം. നമ്മുടെ കാലഘട്ടത്തിൽ അത് മാറിപ്പോയി എന്നുള്ളത് ശരിയാണ്, അതുകൊണ്ട് അത് മോശപ്പെട്ട മാറ്റമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവൻ്റെ ലോകത്തെ എല്ലാം നല്ലതാണെന്ന് പറയണമെന്നല്ല, പക്ഷേ ഡു നോട്ട് ജനറലൈസ് ദാറ്റ് യു ആർ ലിവിങ് ഇൻ എ ഡെക്കഡൻറ്റ് ഏജ് എന്നും പിള്ളേർ കഞ്ചാവടിക്കുന്ന കാലമാണിതെന്നും മാതാപിതാക്കളെ റെസ്പെക്റ്റ് ഇല്ലാത്ത കാലമാണിതെന്നും പണ്ട് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ അധ്യാപകരുടേതല്ല അവരുടെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് സ്വാഭാവികം. അതൊക്കെ നമുക്ക് തന്നെത്താൻ ആത്മഗതമായിട്ട് പറഞ്ഞാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിലൊരു തന്നെത്താൻ ആത്മഗത ഉണ്ടല്ലോ പഴയ നാടകത്തിൽ, അങ്ങനെ പറഞ്ഞാൽ മതി. കുട്ടി അറിയേണ്ടത് എന്താണ്? അവൻ ജീവിക്കുന്ന കാലത്തിനെ പറ്റി അവനൊരു നിയന്ത്രണവുമില്ല. ഹീ ഈസ് ബോൺ ഇൻ ദറ്റ് ടൈം. ആ ടൈമിന് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും നമ്മൾ ജീവിച്ചിരുന്ന കാലത്തെക്കാളൊക്കെ ഇറ്റ് ഈസ് ബ്രിമ്മിങ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്നും ഫെസിലിറ്റീസ് എന്നും സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നും ഈ കാലഘട്ടത്തെപ്പറ്റി അവനൊരു ആവേശവും അഭിമാനവും ഉണ്ടാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഞങ്ങൾ സംസാരിക്കുമെങ്കിൽ ഹീ വിൽ അണ്ടർസ്റ്റാൻഡ് ദ ടീച്ചർ ഈസ് മൈ ഗൈഡ്. ഈ ലോകത്തിൽ എന്നെ വഴി നടത്താൻ എൻ്റെ ടീച്ചർക്ക് സാധിക്കും. അല്ലെങ്കിലോ ടീച്ചർ ഒരു പഴഞ്ചൻ പാർട്ടി വന്നിട്ടുണ്ടോ, ഒരു രക്ഷയില്ല എന്നവൻ പറയും. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, പഴയ കാര്യങ്ങൾ ഗംഭീരമായിരുന്നെന്നോ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അവനാ കൂടെ 10 വയസ്സല്ലേ ഉള്ളൂ, 12 വയസ്സല്ലേ ഉള്ളൂ. അവനറിയാമോ 1990 ഇവിടെ സ്വർഗരാജ്യ സമാഗതമായിരുന്നു? അവനറിയാമോ? സ്വർഗം അന്നുമില്ല ഇന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു നരകത്തിൽ ജീവിച്ചിട്ട് അടുത്ത നരകത്തിലേക്ക് പോകുമ്പോൾ പഴയ നരകം സ്വർഗമായിരിക്കും തോന്നുന്ന ഒരു ഇല്യൂഷൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് ഈ 71 വർഷം ജീവിച്ചിരുന്നത് എനിക്കിപ്പോൾ കാണാതെ അറിയാം. അങ്ങനെയാണ്. പിന്നെ ടൈംസ് ആർ ഗുഡ് ഓർ ബാഡ് ആസ് മച്ച് ആസ് യു മേക്ക് ഇറ്റ് ഗുഡ് ഓർ ബാഡ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന എല്ലാ കാലവും കൊള്ളാം. നമ്മളത് മോശമാക്കുമെങ്കിൽ മോശം, നല്ലതാക്കുമെങ്കിൽ നല്ലത്. അതുമാണ് ഈ കുട്ടിയോട് നമ്മൾ പറയേണ്ടത്. നിൻ്റെ സമയമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഈ കാലഘട്ടത്തിൽ ജനിക്കാനും ജീവിക്കാനും സാധിച്ചത് നിൻ്റെ മഹാഭാഗ്യം. മേക്ക് ദ ബെസ്റ്റ് ഓഫ് ഇറ്റ്. മേക്ക് ദ ബെസ്റ്റ് ഓഫ് ഇറ്റ്. പണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ലാതിരുന്ന അവസരങ്ങളാണ് നിനക്കുള്ളത്. സ്കൈ ഈസ് ദ ലിമിറ്റ്. സോ ഹീ ഈസ് എൻത്യൂസ്ഡ്. ഹി അണ്ടർസ്റ്റാൻഡ്സ് ദ ടീച്ചർ അണ്ടർസ്റ്റാൻഡ്സ് മൈ വേൾഡ്. അത് വളരെ പ്രധാനം. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്ലോബലൈസേഷൻ്റെയും കോവിഡിൻ്റെ പോസ്റ്റ് കോവിഡ് അവസ്ഥയുടെയും ഡിജിറ്റൽ ടെക്നോളജിയുടെയും ഡൈനമിക് സോഷ്യൽ ചേഞ്ചസിൻ്റെയും ഒക്കെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചർ ഹാസ് ടു അണ്ടർടേക്ക് എ ഫ്യൂ റീഡെഫിനിഷണൽ അറ്റംപ്റ്റ്സ്. കുറച്ച് കാര്യങ്ങളെ പുതുതായി ഒന്ന് നിർവചിക്കണം. ചില പുനർനിർവചനങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. 5-6 മേഖലകളിലുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഒന്ന് റീഅലൈൻ ചെയ്യണം. അത് സ്വാഭാവികമാണ്. കാരണം നമ്മളൊരു പർട്ടിക്കുലർ രീതിയിൽ അലൈൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇനി അതിനെ ഒന്ന് റീഅലൈൻ ചെയ്യണം. ഇപ്പോൾ അലൈൻമെൻറ്റ് ഇല്ലെന്നല്ല, ആ അലൈൻമെൻറ്റിൽ കുറച്ച് സ്ട്രെസ്സ് വരുന്നുണ്ട്. നമ്മൾ ഈ കാറിൻ്റെ ടയറൊക്കെ അലൈൻ ചെയ്യുന്നതാണല്ലോ. നേരത്തെ കറക്റ്റ് അലൈൻമെൻറ്റിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ കുറേ കാലം ഓടി പിന്നെ ഇടത്തെ വീൽ ഇത്തിരി കൂടുതൽ ഇടത്തോട്ടും വലത്തെ വീൽ കുറച്ച് കൂടുതൽ വലത്തോട്ടും ഒക്കെ ആകുമ്പോൾ അലൈൻമെൻറ്റ് പ്രശ്നം. അതിനെ കൊണ്ടുപോയി ഒന്ന് അലൈൻ ചെയ്യണം. യു ആർ ഓൺലി ഹാവ് ടു അലൈൻ ഇറ്റ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അലൈൻമെൻറ്റ് ഉണ്ട്. ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യു ടേക്ക് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ടു റീഅലൈൻ. 5-6 മേഖലകളിലുള്ള റീഅലൈൻമെൻറ്റാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, ആൻഡ് ഇറ്റ് ഷുഡ് ബി എ കണ്ടിന്യൂസ് റീഅലൈൻമെൻറ്റ് കേട്ടോ. കാറിനെ പോലെ ഒരു വർഷം കഴിയുമ്പം കൊണ്ട് റീഅലൈൻ ചെയ്യല്ല. എവറി ഡേ യു ഹാവ് ടു അണ്ടർടേക്ക് ദിസ് കൈൻഡ് ഓഫ് റീഅലൈൻമെൻറ്റ്, അറ്റ്ലീസ്റ്റ് അറ്റ് എ മൈക്രോ ലെവൽ. ഇപ്പോൾ ഒരു മാക്രോ ലെവൽ അലൈൻ ചെയ്തതിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ബി ഓൺ കണ്ടിന്യൂസ് അലർട്ട്. റീഅലൈൻമെൻറ്റിന് സമയമായോ ആയെങ്കിൽ ചെയ്തേക്കാം.
ഡു നോട്ട് റെസിസ്റ്റ് ദാറ്റ് കൈൻഡ് ഓഫ് അലൈൻമെൻറ്റ്. ഈ റെസിസ്റ്റൻസ് ആണ് പ്രശ്നം. ഞാൻ എന്തിനു മാറണം? ഞാൻ മാറിയില്ലെങ്കിൽ അവിടെ ഇരുന്നോ, കാലം നിങ്ങളെ പിന്നിലാക്കിയിട്ട് അങ്ങ് മുമ്പോട്ട് പോകും. റിയലൈൻമെൻറ്റ് ഈസ് ഇൻ അവർ ഇൻട്രസ്റ്റ്. കീപ്, എസ്പെഷ്യലി ഇഫ് യു ആർ എ ടീച്ചർ. റിയലൈൻമെൻറ്റ് വിത്ത് വാട്ട്? ഏറ്റവും പ്രധാനം റിയലൈൻമെൻറ്റ് വിത്ത് യുവർ സിലബസ്. അവിടെ അതിനെപ്പറ്റി എനിക്ക് ഇത്തിരി പറയാനുണ്ട്. റിയലൈൻമെൻറ്റ് വിത്ത് ദ സിലബസ്. വളരെ ലളിതമെന്ന് തോന്നുന്ന 3 വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. റിയലൈൻമെൻറ്റ് വിത്ത് ദ സിലബസ് എന്ന് പറയുന്ന ഡിസെപ്റ്റീവ്ലി സിമ്പിളായിട്ടുള്ള 3 വാക്കാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ കേരളത്തിനെ പറ്റി പറഞ്ഞാൽ ഇന്നത്തെ സ്കൂളുകളിലെ, ഇന്നലെ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ ചർച്ച നടന്നു. എന്നെയും വിളിച്ചിരുന്നു, ഞാൻ പോയില്ല. പോകാത്തതെന്ന് വെച്ചാൽ സത്യം വധ ധർമ്മം ചര എന്നൊക്കെയാണല്ലോ. അവിടെ പോയിട്ട് സത്യം പറഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാവുന്നുള്ളതുകൊണ്ട് ഞാൻ പോയില്ല ഇന്നലെ. ഞാനതിനകത്ത് മെമ്പറാണ്. കരിക്കുലം പരീക്ഷാ സമ്പ്രദായം എങ്ങനെ നന്നാക്കാം ഇതൊക്കെയാണ് ചർച്ച. നല്ലത്, എല്ലാവർക്കും A+ കിട്ടുന്നതിൽ നിന്ന് A+ കിട്ടുന്നതിന് ഇത്തിരി വിവരം ഉണ്ടാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ മാറ്റണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നല്ല ഉദ്ദേശമാണ് ചർച്ച. റിയലൈൻമെൻറ്റ് വിത്ത് ദ സിലബസ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങളുടെ സ്കൂളിനെ ഒഴിച്ചു നിർത്തിയാണ് ഞാൻ ഈ പറയുന്ന മോശപ്പെട്ട കാര്യങ്ങളെന്ന് ആദ്യം ധരിക്കണം. ഒരു സ്കൂളിൻ്റെ മഹത്വം അറിയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ മാറ്റ് ഉരയ്ക്കുന്നത്. എത്ര A+ ഉണ്ട് അല്ലേ? 100% A+ ആണെങ്കിൽ ആ സ്കൂൾ കൊള്ളാം. കുറച്ച് A മാത്രമേ ഉള്ളൂ, ഇത്തിരി B+ ഒക്കെ ഉണ്ടെങ്കിൽ ആ തിരക്കേടില്ല. കുറച്ചുകൂടെ ഉത്സാഹിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും A+ കിട്ടുമായിരുന്നു. എനിക്ക് A+നോട് വിരോധമൊന്നുമില്ല. എനിക്ക് A+ കിട്ടിയിട്ടുമില്ല, അത് പോട്ടെ. പണ്ട് A+ ഇല്ല. A+നോട് എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. ഹൗ ഡു യു ഗെറ്റ് ഇറ്റ്? ഈ A+ കിട്ടിയ കുട്ടിയും അവൻ A+ കിട്ടിയ വിഷയവുമായിട്ടുള്ള അവൻ്റെ ബന്ധം എന്താണെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. A+ കിട്ടാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നിങ്ങൾ അതിൻ്റെയൊക്കെ ഉസ്താദുകളാണ്. A+ വാങ്ങിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കറിയാമെന്നുള്ളതല്ല, ലോകത്ത് ആർക്കും അറിഞ്ഞൂടാ. യു നോ, ഒരു കുട്ടിയെ പരീക്ഷ എഴുതാൻ എങ്ങനെ സജ്ജയാക്കാം എന്നുള്ളതിനെപ്പറ്റി യു നോ ഇറ്റ് ഇൻസൈഡ് ഔട്ട്. ഞാൻ അതിനെയാണ് ചലഞ്ച് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. A+ വാങ്ങിക്കുക എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി എ ബൈ പ്രോഡക്റ്റ്. 100% റിസൾട്ട് എന്നുള്ളത് ഇറ്റ്സ് എ ബൈ പ്രോഡക്റ്റ്. A+ കിട്ടുന്നതോടുകൂടി കുട്ടിയുടെ ജീവിതം അവസാനിക്കുകയല്ല, ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് എ മീൻസ് ടു ആൻ എൻഡ്. ആ കുട്ടിക്ക് ഇന്ന തരത്തിൽ അറിവുകളുണ്ട് എന്നാണ് A+ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിലെ പ്രശ്നം അതാണല്ലോ. A+ കിട്ടിയ ഒരു കുട്ടിയോട് ആ വിഷയത്തെപ്പറ്റി ചോദിച്ചാൽ അവൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ പലപ്പോഴും. CBSE കുറച്ചുകൂടെ വ്യത്യസ്തമാണ് കേട്ടോ. നിങ്ങളുടെ എവാലുവേഷൻ സിസ്റ്റം ഈസ് മച്ച് ബെറ്റർ. ദ പോയിന്റ് ഈസ് ദറ്റ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദി ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്റ് ടു ദി ടോപ്പിക് ഇൻ ഹാൻഡ്. മുമ്പിലിരിക്കുന്ന വിഷയവുമായിട്ടുള്ള ഈ കുട്ടിയുടെയും അധ്യാപകൻ്റെയും ബന്ധം, ഈ കുട്ടിക്ക് A+ വാങ്ങിച്ചു കൊടുക്കാൻ എന്തെല്ലാം സൂത്രപ്പണികൾ ചെയ്യാം എന്നുള്ളതാണോ? ആണെങ്കിൽ വി ഹാവ് എ പ്രോബ്ലം ഇൻ ഹാൻഡ്. ഞാൻ ഈയിടയ്ക്കൊന്ന് അമേരിക്കയിൽ പോയി. അവിടെ സാൻ ഫ്രാൻസിസ്കോ ആണല്ലോ ഈ സിലിക്കൺ വാലി. അവിടെ കേട്ട ചില കാര്യങ്ങളാണ്. ക്വാളിഫിക്കേഷൻ ഈസ് നോട്ട് ദി ഡിസൈഡിങ് ഫാക്ടർ. ഇറ്റ് ഈസ് യുവർ ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് നോളജ്. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടതല്ല കേട്ടോ. നമ്മളിവിടെ ക്വാളിഫിക്കേഷനിലുള്ളൊരു ഒബ്സെഷൻ ഒക്കെ ഇന്ന് പാശ്ചാത്യ ലോകത്ത് മാറി. ക്വാളിഫിക്കേഷൻ അല്ല, ക്വാളിറ്റി ആണ് പ്രധാനം. ആ അക്കാഡമിക് ക്വാളിറ്റി ഈ കുട്ടിക്കുണ്ടോ, ആ ഇൻ്റലക്ച്വൽ ക്വാളിറ്റി ഈ കുട്ടിക്കുണ്ടോ എന്നുള്ളതാണ് വിഷയം. വി ആർ വറീഡ് അബൌട്ട് ക്വാളിഫിക്കേഷൻ. A+ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ കിട്ടി. ദ വേൾഡ് ഈസ് ടുഡേ നോട്ട് വറീഡ് അബൌട്ട് ക്വാളിഫിക്കേഷൻ ബട്ട് ക്വാളിറ്റി. ആപ്പിളിൽ ജോലി കിട്ടാൻ നിങ്ങൾക്കിവിടെ ഫസ്റ്റ് റാങ്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. ആപ്പിളിൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡോടുകൂടി, ഇൻജെന്യൂറ്റിയോടുകൂടി, ഇമാജിനേഷനോടുകൂടി, ഡെയറിങ്ങോടുകൂടി ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താൽ നിങ്ങളിവിടെ 3rd ക്ലാസ് ആണെങ്കിലും യു വിൽ ബി സെലക്റ്റഡ് ഫസ്റ്റ്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ദേ വോണ്ട്. ദേ വോണ്ട് ഇൻജെന്യൂറ്റി, ദേ വോണ്ട് ഇമാജിനേഷൻ, ദേ വോണ്ട് ഡെയറിങ്, ഇൻ്റലക്റ്റ്. അതൊക്കെയാണ് വേണ്ടത്. രണ്ടും കൽപ്പിച്ചൊരു കാര്യം ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നവരാണ് വേണ്ടത്. ഇമാജിനേഷൻ ഇസ് ദർ ഇസ് നോ ലിമിറ്റ് ടു ഇമാജിനേഷൻ. അങ്ങനെയൊക്കെയുള്ള ഒരു ഇമാജിനേഷന് സീലിംഗ് കൊടുക്കാത്ത ഒരു ഇൻ്റലക്ച്വൽ ഡെയറിംഗ് ഉള്ള കുട്ടിയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ലിവ് ഇൻ എ ഹൈലി ടെക്നോളജിക്കലി മീഡിയേറ്റഡ് സൊസൈറ്റി. PSC റാങ്ക് എഴുതാനും പരീക്ഷ എഴുതാൻ വേണ്ടി പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഇനി മഹാപാപമാണ്.
PSC ടെസ്റ്റ് എഴുതി ക്ലാർക്കാക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഈസ് എ വേസ്റ്റ്. കാരണം ഈ ക്ലാർക്കുമാരെ ഒരു 25 വർഷം കൊണ്ട് ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുണ്ടല്ലോ, കേരളത്തിൽ കുറേ കാലം കൂടി ഇരിക്കും. അമേരിക്കയിൽ ഡ്രൈവിങ് തീരുമല്ലോ, ഇപ്പോൾ എല്ലാം ഡ്രൈവർലെസ് കാറുകളായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഡ്രൈവർലെസ് കാർ കണ്ടാൽ പേടിയാവും. ഭൂതം ഓടിക്കുന്ന പോലെ ആരുമില്ലാതെ ഒരു അദൃശ്യ ശക്തിയാൽ കാറിങ്ങനെ പോവുകയാണ്. ഇറ്റ് ഈസ് എ വെരി ഈറി ലുക്ക്, ഒരു സർറിയൽ ലുക്കാണ്. ഡ്രൈവറില്ല, നമ്മൾ വിളിച്ചാൽ കാറ് മുമ്പേ വന്ന് നിൽക്കുന്നു, നമുക്ക് എവിടെ പോകണം എന്ന് പറഞ്ഞാൽ അടിക്കുന്നു എയർപോർട്ട് ടെർമിനൽ 3. അപ്പോൾ അവൻ പറയുന്നു $85 എന്ന് പറയുമ്പോൾ $85 നമ്മൾ പേ ചെയ്യുമ്പോൾ ഡോറ് തുറക്കുന്നു, നമ്മളകത്ത് കയറിയിരിക്കുന്നു. ടെർമിനൽ 3ലേക്ക് കാറ് പോകുന്നു, നമ്മൾ തനിച്ചിരിക്കുന്നു, കാർ എങ്ങനെയോ പോകുന്നു. ആദ്യം നമുക്ക് പേടിയാവും, കാരണം ഡ്രൈവറില്ലല്ലോ. പക്ഷെ അവർ പറയുന്നത് ഡ്രൈവറെക്കാൾ സേഫാണ്, വെള്ളമടിയില്ല, ഹാങ് ഓവറില്ല, വേണ്ടാത്ത ആളിൽ അങ്ങോട്ടോട്ട് നോക്കി അപകടം ഉണ്ടാക്കുന്നില്ല, വളരെ സേഫാണ്. ഇവന് വികാരങ്ങളില്ലല്ലോ, പിന്നെ ഇമ്പൾസ് മാത്രമല്ലേ ഉള്ളൂ. മറ്റേ അവന് ഇൻഫർമേഷൻ എടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, നേരെ പോകുന്നു. മുമ്പിൽ ഒരു വണ്ടി ഇത്ര മീറ്ററിനകത്ത് വരുമ്പോഴേ അവന് സിഗ്നൽ കിട്ടി, അവൻ സ്ലോ ആയി. എല്ലാം സുഖമായിട്ട് ടെർമിനൽ 1 കൊണ്ടിറക്കുന്നു, നമ്മൾ കാശ് കിട്ടിയല്ലോ, ഡോർ തുറക്കുന്നു, പോകുന്നു. കാശ് കൊടുത്തില്ലേ ഡോർ തുറക്കില്ല, അവിടെ ഇരിക്കും, അല്ല വണ്ടിയും പോവില്ല കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഇനി ഡ്രൈവർമാർക്കുമല്ല, ഇനി ഡ്രൈവർമാരാക്കി കളയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളുകളെ പരിശീലിപ്പിച്ച അർത്ഥമുണ്ടോ? ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലോ നമ്മുടെ ഇവിടുത്തെ കളക്ടറേറ്റിലോ എത്ര ഫയലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1,00,000 ഫയലുണ്ടെന്ന് വെച്ചു. ഈ 1,00,000 ഫയലിലുമുള്ള കാര്യം മുഴുവൻ നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊന്ന് ഫീഡ് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് യു ആസ്ക് ദിസ് ഈസ് ദ പ്രോബ്ലം, വാട്ട് ഈസ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, വിതിൻ എ ഫ്യൂ സെക്കൻഡ്സ് യു ഗെറ്റ് ദ സൊല്യൂഷൻ. പ്ലീസ് കമ്മ്യൂണിക്കേറ്റ് ടു സോ ആൻഡ് സോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ്, ഈ ഫയലെടുത്ത് ഇത് അയക്കണമല്ലേ, ആദ്യം വായിച്ചു, ആകെ കുഴഞ്ഞ ഫയലാണ്, ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ചായ കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉച്ചയായി. പിന്നെ അങ്ങനെ പോയി. 2 ദിവസം കഴിഞ്ഞ് ഫയൽ വീണ്ടും എടുത്തു, പുട്ടപ്പ് ചെയ്തു. പിന്നെ ജെയിംസിന് അറിയാമല്ലോ ഞങ്ങളുടെ രീതികൾ സെക്രട്ടേറിയറ്റിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി അവിടെ ഇരുന്നു, അയാൾക്ക് സംശയം. ഡെപ്യൂട്ടി സെക്രട്ടറി സംശയം തീർത്ത് കഴിയുമ്പോൾ ഉടനെ അതിൻ്റെ മുകളിൽ ജോയിൻറ്റ് സെക്രട്ടറിക്ക് സംശയം. ഇതൊക്കെ സെക്രട്ടറി എടുത്ത് പോയ പ്രശ്നമാണ്, വീണ്ടും ചർച്ച ചെയ്തു. 3-4 ദിവസമായി കേട്ടോ. 1 മാസമായിട്ട് അവിടെ വിശ്രമിച്ച ഫയലാണ്, കാര്യമാണ്. അത് കഴിഞ്ഞ് സെക്രട്ടറി എടുത്ത് പോകുമ്പോൾ സെക്രട്ടറി മീറ്റിംഗ് വെക്കുന്നു, അല്ലെങ്കിൽ ഡിസ്കസ് എഴുതുന്നു, പിന്നെയും മാറുന്നു. അവസാനം 1 മാസം കഴിഞ്ഞ് എന്തോ ഒരു തീരുമാനം, പണ്ടാരം അടങ്ങാനൊരു തീരുമാനമായി. ആ തീരുമാനം ഇനി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അടുത്ത് വീണ്ടും ഫയൽ സഞ്ചരിക്കും. റിപ്ലൈയുടെ ഡ്രാഫ്റ്റ് പുട്ടപ്പ് ഫോർ ഓർഡേഴ്സ്, DFA എന്നാണ് ഞങ്ങളുടെ ഭാഷ, ഡ്രാഫ്റ്റ് ഫോർ അപ്രൂവൽ. ആ DFA വന്ന് എല്ലാവരും ഒപ്പിട്ട് അവസാനം നമ്മളൊരു ധോബി മാർക്ക് അടിച്ച് തിരിച്ചു പോകും. ആര്? DFA, ഡ്രാഫ്റ്റ് ഫോർ അപ്രൂവൽ. അപ്രൂവലിൻ്റെ അപ്രൂവ്ഡ് ഡ്രാഫ്റ്റ് തിരിച്ചു പോയി അവിടെ ടൈപ്പിസ്റ്റ് അടിച്ച് ഒത്തുനോക്കി ഡെസ്പാച്ചിലേക്ക് കൊടുക്കുന്നു. ഡെസ്പാച്ചിൽ അദ്ദേഹം കുറച്ച് നേരം വിശ്രമിക്കും, കാരണം ഡെസ്പാച്ച് ക്ലാർക്ക് വളരെ തിരക്കിലാണ്. അങ്ങനെ 1 ആഴ്ച കഴിയുമ്പോൾ ഡെസ്പാച്ച് ചെയ്യും, അയാൾക്ക് കിട്ടും. എങ്ങനെ? ഇതൊരു പ്രാകൃതമായ ഒരു രീതിയാണ്. Whereas we have a technology by which the machine can process your issue, generate an answer, you approve the answer, and immediately it is communicated online or on mobile to the applicant. It takes only 3 minutes, 5 minutes. ആ ഒരു ഓൾട്ടർനേറ്റീവ് പ്രോസസ്സിംഗ് സിസ്റ്റം ലഭ്യമായിരിക്കെ ക്ലാർക്കുമാരാകാൻ നമ്മൾ എന്തിന് പിള്ളേരെ പഠിപ്പിക്കണം? എന്തിന് ഞങ്ങളെപ്പോലെ സിവിൽ സർവൻസ് ആകാൻ എന്തിന് പഠിപ്പിക്കണം? ക്ലാസ് മുറിയിൽ തന്നെ എന്തിന് പഠിപ്പിക്കണം? അവൻ്റെ കയ്യിൽ സാധനം ഉണ്ടല്ലോ, ഗൂഗിൾ ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നോളജ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് 21st century. അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം. ഈ ChatGPT കൊണ്ടായിരിക്കുന്ന അറിവുകൾ കൊണ്ട് ഉണ്ടായതാണല്ലോ. ഇനി പുതിയ മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ പുതിയ അറിവുകളിൽ നിന്നാണ്, ഇല്ലേ? നോളജ് ഈസ് ദ ക്യാപിറ്റൽ. ഒരു കാലത്ത് മൂലധനം ഇവിടുത്തെ വലിയ ലാൻഡഡ് ആളുകൾക്കായിരുന്നു മൂലധനം ഉണ്ടായിരുന്നത്, കാരണം ലാൻഡ് ഈസ് ദ ക്യാപിറ്റൽ. പിന്നെ പണമായി ക്യാപിറ്റൽ, ലേബറായി ക്യാപിറ്റൽ. അതാണല്ലോ കൺവെൻഷണൽ ക്യാപിറ്റലത്തിനെ പറ്റി നമ്മൾ പറയുന്നത്. ഇപ്പോൾ അതൊന്നുമല്ല. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ, നിങ്ങൾക്ക് അറിവുണ്ടോ, ദാറ്റ് ഈസ് യുവർ ക്യാപിറ്റൽ. അങ്ങനെയുള്ളൊരു ക്യാപിറ്റൽ, നോളജ് ക്യാപിറ്റലാവുന്ന ഒരു കാലത്ത് A+ വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഈ സിലബസിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു കുട്ടിയെ കൊണ്ട് എന്താണ് പ്രയോജനം? പരീക്ഷ എന്ന് പറയുന്നത് എന്താണ്? സിലബസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു വിഷയം എടുക്കുക. എനിക്കറിയാവുന്നുള്ളൊരു വിഷയം ഇംഗ്ലീഷ് സാഹിത്യമാണ്.
അല്ലെങ്കിൽ ഒരു ഫിസിക്സ് എടുക്കുക. ഫിസിക്സിൽ ഇപ്പോൾ മാഗ്നറ്റിസത്തെ പറ്റി പഠിപ്പിക്കുന്നു. മാഗ്നറ്റിസത്തെ പറ്റി പഠിപ്പിച്ചല്ലേ പറ്റുള്ളൂ. 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ പഠിപ്പിക്കും മാഗ്നറ്റിസത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ എന്താണ്, പണ്ട് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണത് തൊട്ട് തുടങ്ങി മാഗ്നറ്റിസം എന്നൊരു ഫോഴ്സ് ഉണ്ടെന്നും അത് പല ഗ്രഹങ്ങളിൽ പലതരത്തിലാണെന്നും ഇങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണെന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നു ഇല്ലേ. ദാറ്റ് ഈസ് ഓൾ ദ സ്റ്റുഡൻറ്റ് നോസ്. ഈ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പാഠത്തിലുള്ളതിൻ്റെ മുക്കാലേ പറഞ്ഞു കൊടുക്കൂ, അത്രയ്ക്കേ സമയമുള്ളൂ. ഈ കുട്ടി അതിൻ്റെ പകുതിയെ ഗ്രഹിക്കുകയുള്ളൂ. പിന്നെ പരീക്ഷയിൽ വരുന്ന അതിൽ നിന്നൊരു ചെറിയ ഭാഗമാണ്, അവനതേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സിലബസും പരീക്ഷ എഴുതി കഴിയുമ്പോൾ കുട്ടിയുടെ അറിവും തങ്ങളിൽ തന്നെ വലിയ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഗ്രാവിറ്റിയെ പറ്റിയുള്ള ഈ പാഠം തന്നെ, ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരുപക്ഷെ ഇന്നത്തെ ഫിസിക്സിൻ്റെ ഏറ്റവും അലട്ടുന്ന പ്രശ്നമായിട്ടുള്ള ഗ്രാവിറ്റി, അതിൻ്റെ മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്സ് ഓഫ് ദിസ് വിഷയം, ഈ സബ്ജക്റ്റിനെ പറ്റി ഒന്നും അറിയാതെ ആ വലിയ വിഷയത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ചെറിയ അടര് മാത്രമാണ്, ഒരു ചെറിയ സ്ലൈസ് മാത്രമാണ് നമ്മുടെ സിലബസ് ആണല്ലോ. ദിസ് ഈസ് നോട്ട് ഓൾ അബൌട്ട് മാഗ്നറ്റിസം അല്ലെങ്കിൽ ഗ്രാവിറ്റിയെ പറ്റി പറയേണ്ട എല്ലാ കാര്യവും അല്ല ഇത്. കുട്ടി ഈ പ്രായത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മിനിമം കാര്യങ്ങൾ. പക്ഷേ ഈ മിനിമം കാര്യങ്ങളല്ല എന്നും ഇതൊരു വലിയ ലോകമാണ് എന്നും അവിടെ ഇന്ന ഗവേഷണങ്ങളൊക്കെ നടക്കുകയാണ് എന്നും അതിൻ്റെ പ്രാഥമികമായ അറിവാണിതെന്നും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇന്നതൊക്കെയാണ് എന്നും പറഞ്ഞിട്ട് നീ പഠിക്കുന്ന വിഷയം വളരെ വിപുലമായൊരു വിഷയത്തിൻ്റെ ഒരു തുടക്കമാണ്. ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ, ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജേർണി ടു ഗോ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന പാഠം പഠിപ്പിക്കുമെങ്കിൽ ഈ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണതിൽ നിന്നൊക്കെ മാറി അവന് ഇലക്ട്രോണിക് മാഗ്നറ്റിസത്തിലേക്ക്, സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ആകർഷണത്തെപ്പറ്റി വരെ ഈ ടീച്ചർക്ക് അവബോധമുണ്ടെങ്കിൽ അവന് യദൃച്ഛയാ പറഞ്ഞു കൊടുത്ത് ഈ വിഷയത്തെപ്പറ്റി അവനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് ലെസൺ വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് വണ്ടർഫുൾ ലെസൺസ് ഫോർ ദ സ്റ്റുഡൻറ്റ്. നീ പഠിക്കുന്ന സിലബസ് അല്ല, സിലബസ് ഈസ് ഓൺലി എ സ്മോൾ, ഒരു ചെറിയൊരു ഏരിയ ആണ് എന്നും ഇത് വിസ്തൃതമായ ഒരു ലോകമാണ് എന്നും നമുക്ക് ഓരോ പാഠത്തെപ്പറ്റിയും പറയാൻ സാധിക്കുമെങ്കിൽ ദ ചൈൽഡ് ഈസ് എൻത്യൂസ്ഡ്. ആ കുട്ടിയെ അറിവിൻ്റെ ലോകത്തേക്ക് നമ്മൾ പിടിച്ചിറക്കുകയാണ്. ആ പറയുന്ന പല വിഷയങ്ങളെ പരിചയത്തിൽ നിന്ന് അവൻ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ അവൻ എക്സൈറ്റഡ് ആവും. ഹി ബിക്കംസ് ആൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ്. അവൻ കൂടുതൽ പഠിക്കും, കൂടുതൽ പഠിക്കാനും വായിക്കാനും അവനെ നമ്മൾ പ്രേരിപ്പിക്കും. നീ ഇന്ന സൈറ്റിൽ കയറി നോക്ക്, നീ പുസ്തകം വായിക്കണ്ട, ഇന്ന സൈറ്റ് നോക്ക്, അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഹീ ഈസ് എക്സൈറ്റഡ്. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ പാഠത്തെയും വിഷയത്തെയും പറ്റി ഈ കുട്ടിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നണമെങ്കിൽ, അല്ലാതെ ചുരുങ്ങുകയല്ല, ആ പാഠത്തിൽ നിന്ന് ചുരുങ്ങി പോവുകയല്ല, ഈ പാഠത്തിൽ നിന്ന് വികസിച്ച് പോകുന്ന ഒരു മനോഭാവത്തിൽ ഈ കുട്ടിയെ എത്തിക്കണമെങ്കിൽ ദ പ്രൈമറി പ്രീ റിക്വസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദ ടീച്ചർ ഷുഡ് ബി എക്സൈറ്റഡ്. ടീച്ചർക്ക് ആ വിഷയത്തെപ്പറ്റി ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണം. അല്ലാതെ ഈ ഒരു സിലബസിലെ ആ അവസാനത്തെ എക്സസൈസ് ഭാഗം മാത്രം വായിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ യുവർ ക്ലാസ് വിൽ ബി വെരി അൺഇൻട്രസ്റ്റിംഗ് എന്നല്ല, അൺഇൻസ്പയറിങ്. ആ കുട്ടി ആ വിഷയത്തിലെ വ്യാമുഗ്ധനാക്കുന്നതിന് പകരം അവൻ ആ സിലബസിലേക്ക് അങ്ങ് ചുരുങ്ങി പോവുകയാണ്. സിലബസ് ഇറ്റ് സെൽഫ് ഈസ് എ സ്മോൾ സബ് ടെക്സ്റ്റ് എന്നാണ് പറയുമല്ലോ, അതൊരു ചെറിയൊരു മേഖല മാത്രമാണ്. ഇത് വളരെ വിപുലമായ മേഖലയാണെന്നും ഇതാണ് ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയവൻ പഠിച്ചത് ഇതാണെന്നും ഇതിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ് അവനെ എക്സൈറ്റ് ചെയ്യിക്കാമെങ്കിൽ വി ഡു നോട്ട് നോ ഹൗ ദി സ്റ്റുഡൻസ്, ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവനിൽ നിന്നായിരിക്കും ഭാവിയിൽ ഒരു നോബൽ ലോറേറ്റ് ഉണ്ടാവുന്നത്, ബിക്കോസ് ഹീ ഈസ് എക്സൈറ്റഡ്. ഒരു ഇൻ്റലക്ച്വൽ എക്സൈറ്റ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റും? അപ്പോൾ ടീച്ചർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാൻ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ചോദിക്കും, എക്സൈറ്റ്മെൻറ്റ് പ്രായമൊക്കെ കഴിഞ്ഞു പോയല്ലോ സാറേ, ഇപ്പോൾ ഞങ്ങൾക്ക് കൂടെ ഇങ്ങനെ എക്സൈറ്റഡ് ആവാൻ പറ്റുമോ? മാഗ്നറ്റിസത്തിനെ പറ്റിയും ഇലക്ട്രിസിറ്റിയെ പറ്റിയൊക്കെ എക്സൈറ്റഡ് ആവണമെന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമാണോ? ഞങ്ങൾക്ക് വേറെ എന്തെല്ലാം പ്രാരബ്ധങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇവൻ്റെ ക്ലാസ് വർക്ക് നോക്കണം, മറ്റേത് നോക്കണം, എന്തെല്ലാം നോക്കണം, ഈ എക്സൈറ്റഡായി നടക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കും. അതിനൊരു ചെറിയ സൂത്രപ്പണിയേ ഉള്ളൂ, അത് അച്ഛൻ ചെയ്യേണ്ട കാര്യമാണ്. ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിലും മിക്കവാറും വിഷയങ്ങളിലെ ജേർണൽസ് ഇവിടെ വരുത്തണം. എല്ലാ ജേർണലും വേണ്ട, അറ്റ്ലീസ്റ്റ് 1 or 2 ജേർണൽസ് ഡിജിറ്റലായിട്ട് വരുത്തിയാൽ മതി. എന്നിട്ട് ടീച്ചേഴ്സ് അവർ പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ മാത്തമാറ്റിക്കൽ ജേർണൽ, ദർ ആർ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ജേർണൽസ്, അത് നമുക്ക് ഏറ്റവും ചെറിയൊരു ജേർണൽ നോക്കണം. നോക്കുമ്പോൾ നമുക്ക് എന്തറിയാം, ഇതിൻ്റെ ഫ്രോണ്ടിയർ എവിടെയാണെന്നുള്ളത്, എവിടെയാണ് ഇപ്പോൾ ഈ ഗവേഷണം നിൽക്കുന്നത്. ബിക്കോസ് ജേർണൽസ്, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ ജേർണൽസ്, പിയർ റിവ്യൂഡ് ജേർണൽസിലൊക്കെ വരുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ള
ഇന്ന് ആ ഡിസിപ്ലിന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ, ഗവേഷണത്തിൻ്റെ ഇടയ്ക്കുള്ള പ്രബന്ധങ്ങളുമൊക്കെയാണ്. നമ്മളിതൊന്നും പൂർണ്ണമായി പഠിക്കാൻ ഞാൻ പറയുകയല്ല കേട്ടോ, ഇതൊന്നും നിങ്ങൾ തലപുണ്ണാക്കി പഠിക്കണമെന്നല്ല. അതിൻ്റെ അബ്സ്ട്രാക്റ്റ് വായിച്ചാൽ തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ വിഷയം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. യു വിൽ അറ്റ്ലീസ്റ്റ് പ്രിവെൻറ്റ് സ്റ്റാഗ്നേഷൻ. നമ്മൾ MSc പഠിച്ച് വന്നതിന് ശേഷമുണ്ടായിട്ടുള്ള നമ്മുടെ ഇൻ്റലക്ച്വൽ സ്റ്റാഗ്നേഷനെ ഉലയ്ക്കാൻ ഉള്ള ഏറ്റവും നല്ല മാർഗം ഈ ജേർണൽസുമായിട്ടുള്ള നിത്യപരിചയമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഒരു ജേർണലിൻ്റെ മുമ്പിൽ 2 മണിക്കൂർ ഇരിക്കാമെങ്കിൽ യു യുവർസെൽഫ് വിൽ ഗെറ്റ് എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ഇല്ല, നമ്മളത് പകുതി വെച്ച് വഴി വിട്ട വിഷയമാണ്, ഇപ്പോൾ അതിനെപ്പറ്റിയാണ് ഗവേഷണം. ഈ പുതിയ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് ഇതിനെപ്പറ്റിയാണ്, ഞാൻ പഠിച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിട്ട വിഷയമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ദാറ്റ് വിൽ ബി എൻലിവൻഡ്. അത് എൻലിവൻ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഈ കുട്ടി അറിയും. ടീച്ചറുടെ മുഖം കണ്ടാൽ അറിയാം ടീച്ചർ നല്ല ഇൻട്രസ്റ്റിൽ പഠിപ്പിക്കുകയാണ്. അല്ലാതെ ഈ പണ്ടാരോടങ്ങ് നീ പഠിച്ചിട്ട് പോട്ടെ, ഞാനും പഠിപ്പിച്ചിട്ട് പോട്ടെ എന്നാണെങ്കിൽ ഹീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു നോ ദാറ്റ് ദിസ് ടീച്ചർ ഈസ് ഡിസിൻട്രസ്റ്റഡ് ഇൻ ദ സബ്ജക്റ്റ്. ടീച്ചർക്ക് ഡിസിൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഇന്നലെ ഇവിടുന്ന് പോയല്ലോ ടീച്ചർ, ഞാൻ ഇവിടെയെങ്കിലും ഇല്ല, അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. പണ്ട് ഞാനെങ്ങനെയാണ്, എനിക്ക് അറിഞ്ഞുകൂടാത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്സിലൊരു ജനലുണ്ട്, അവിടെ അങ്ങ് ഒരു കുന്ന് കാണാം. അപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിലെ കാര്യമാണ് ഈ പറയാനായിട്ട്. എന്നെ കണക്ക് പഠിപ്പിക്കാനൊരു സാറ് വരും. സാറിനെ കാണുമ്പോഴേ ഞാൻ ഈ ജനലിൽ കൂടെ അങ്ങ് ഫിസിക്കലി ഞാനവിടെ ഉണ്ട്, പക്ഷെ ഞാൻ ഈ ജനലിൽ കൂടെ അങ്ങ് പറന്നങ്ങ് പോകും. പോയിട്ട് ഞാനിങ്ങനെ ചിലതൊക്കെ സങ്കല്പിക്കുക, കുന്നിൻ ചെരുവിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ കാണുമെന്ന് ഞാൻ അവിടെയൊക്കെ ചുറ്റി നടക്കുന്നു. അപ്പോൾ സാറ് വല്ലതും ചോദിക്കും, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയും, ചിലപ്പോൾ അടി കിട്ടും. കണക്കാണല്ലോ, ഏതായാലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ കാരണം? ടീച്ചർ ഈസ് നോട്ട് എക്സൈറ്റഡ്, ഐ ആം നോട്ട് എക്സൈറ്റഡ്, ഐ ആം നോട്ട് വിത്ത് ഹിം. ടീച്ചറിൻ്റെ വഴി പോകുന്നു, ഞാൻ എൻ്റെ വഴി പോകുന്നു. ഇഫ് ദ ടീച്ചർ ഈസ് എക്സൈറ്റഡ്, ഇൻട്രസ്റ്റഡ്, കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ജെന്യുവൻ ഇൻട്രസ്റ്റ് ആ വിഷയത്തിൽ വേണം എന്നർത്ഥം. ഞാൻ ആത്മകഥ പറയുകയാണെന്ന് ധരിക്കരുത്. ഈ ഗോയിങ് ബിയോണ്ട് ദ സിലബസ് എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയെ എക്സ്ട്രോഡിനറി വിദ്യാർത്ഥിയാക്കുന്ന ഏറ്റവും വലിയ ഘടകം. യു ഹാവ് ടു ഗോ ബിയോണ്ട് ദ സിലബസ്. പഠിക്കുന്നതൊക്കെ അതിനകത്ത് തന്നെ, പരീക്ഷയൊക്കെ അതിനകത്ത് തന്നെ വരുള്ളൂ. പക്ഷേ ദ സ്റ്റുഡൻറ് ഷുഡ് ബി അവെയർ ദറ്റ് ദർ ഈസ് എ വേൾഡ് ബിയോണ്ട് ദി സിലബസ് ആൻഡ് ഐ ഷുഡ് എക്സ്പ്ലോർ ഇറ്റ് വൺ ഡേ എന്നുള്ളൊരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി സ്റ്റുഡൻറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ യുവർ ജോബ് ഈസ് ഹാഫ് ഈസി. പകുതി എളുപ്പമായി, അവൻ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്തോളും. ഞാൻ ആത്മകഥ പറയുകയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടത് പലയിടത്തുമൊക്കെ. ഞാൻ BSc സുവോളജി പഠിച്ച ആളാണ്. BSc സുവോളജി മോശപ്പെട്ടൊരു വിഷയമൊന്നുമല്ല, എന്നാലും വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് സുവോളജിയെപ്പറ്റി കൂടുതൽ, ഞാൻ കവിത എഴുതി തുടങ്ങിയപ്പോഴാണ് ഈ ദൈവത്തിൻ്റെ അനന്തമായ സൃഷ്ടിജാലത്തെപ്പറ്റി എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അറ്റ് എ ഫിലോസോഫിക്കൽ പ്ലെയിൻ ഐ ആം now aroused by the biological diversity all around the world. ഇത്രയും ഒരു കലാകാരനാണല്ലോ ദൈവം, who is never sick of variety. പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. BSc സുവോളജി പഠിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ജീവികളുടെ നെർവസ് സിസ്റ്റവും ഇതൊക്കെ ഞാൻ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ ചോദ്യം എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരുന്നു. എന്താണ് പാരമീസിയം എന്നൊക്കെ ചില ജീവികളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പടം വരയ്ക്കുക, ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബിക്കോസ് എനിക്ക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ ത്രില്ല് എനിക്കെന്നില്ല. ഞാനങ്ങനെ സുവോളജി ഉപേക്ഷിച്ചു. ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഇപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞു നമുക്ക് പിന്നെ MBBSന് പോകാം. ഞാൻ പറയാം, ദയവ് ചെയ്ത് എന്നെ ശാസ്ത്ര പഠനത്തിൽ നിന്ന് മോചിപ്പിക്കും. ഞാനങ്ങനെ സാഹിത്യം പഠിക്കാൻ പോയി. അത് നേരത്തെ ഞാൻ തീരുമാനിച്ചു ഞാൻ ലിറ്ററേച്ചറേ പഠിക്കുള്ളൂ. ഞാൻ MA ലിറ്ററേച്ചറിന് പോയി. എനിക്കിവിടെ അഡ്മിഷൻ കിട്ടാതെ നാഗ്പൂർ യൂണിവേഴ്സിറ്റി പോയി ചേർന്നു. 1 വർഷം പോയി, കാരണം അവിടെ ചെന്നപ്പോൾ തീർന്നു. ഈ സാഹിത്യം പഠിച്ചപ്പോൾ, കവിത പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ സാഹിത്യം പഠിച്ചപ്പോഴാണ് ഐ ഡിസ്കവർ ടു മൈ ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ് ദാറ്റ് ദിസ് ഈസ് മൈ ഫീൽഡ്. എനിക്ക് സാഹിത്യം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ ഒന്ന് പഠിക്കുമ്പോഴുമില്ല. എനിക്ക് മഴയറിയാതെ വെയിലറിയാതെ വർഷങ്ങൾ പോകുന്നത് അറിയാതെ എന്ന് പറയുന്ന പോലെ ഉറക്കമില്ലാതെ ഞാനിങ്ങനെ പഠിക്കുകയാണ്. എന്നെ ഇന്ന് ഇപ്പോൾ കീറ്റ്സിൻ്റെ ഗ്രേഷ്യൻ ആണ് എന്നെ പഠിപ്പിക്കുന്നതെങ്കിൽ, കീറ്റ്സിൻ്റെ 4 പ്രസിദ്ധമായിട്ടുള്ള ഓട്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഗ്രീഷ്യൻ ഏണിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഞാനത് വായിച്ച് ഇൻട്രസ്റ്റഡ് ആവുന്നത് മാത്രമല്ല, ഇയാളുടെ ബാക്കി നമ്മുടെ സിലബസിലില്ലാത്ത കവിതകൾ കൂടി ഓട്സ് ആദ്യം പഠിക്കുന്നു. ഓട്സ് മാത്രം പോരാ, കീറ്റ്സിനെ മനസ്സിലാക്കണ്ടേ. ഇപ്പോൾ ഹൈപ്പേറിയൻ പഠിക്കുന്നു, ബാക്കി പഠിക്കുന്നു, എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച് ചിലതൊക്കെ മനസ്സിലാവുന്നു, ചിലത് മനസ്സിലാവുന്നില്ല.
മനസ്സിലാവാത്തപ്പോൾ ലൈബ്രറി പോയിട്ട് കീറ്റ്സിനെ പറ്റി ഇത്തിരി കൂടെ നമ്മൾ മനസ്സിലാക്കും. അയാൾ വളരെ പെട്ടെന്ന് മരിച്ചുപോയി, പിന്നെ അങ്ങനത്തെ പ്രേമബന്ധങ്ങൾ, അയാളുടെ അസുഖം, അയാളുടെ ഒറ്റപ്പെടലൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് വി കം ബാക്ക് ടു ദ പോയം. അപ്പോൾ അതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. പിന്നെ എനിക്ക് അനോട്ടേഷൻ എഴുതാൻ എനിക്കൊരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല. ഞാൻ കീറ്റ്സിനോടൊപ്പം നടന്നു കഴിഞ്ഞു. ഐ ബിക്കം വൺ വിത്ത് ഹിം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നടക്കുകയാണ് കീറ്റ്സുമായിട്ട് കുറച്ച് ദിവസം. അടുത്തൊരു ഷെല്ലിയാണെങ്കിൽ ഞാൻ ഷെല്ലിയുമായിട്ട് നടക്കുന്നു. അങ്ങനെയും നമ്മളിങ്ങനെ ഒരു പെർപ്പച്വൽ റൊമാൻസിൽ ജീവിക്കുകയാണ് കേട്ടോ. ഓ ലിഫ്റ്റ് മീ ആസ് എ വേവ്, എ ലീഫ്, എ ക്ലൗഡ്, ഐ ഫോൾ അപ്പോൺ ദ തോൺസ് ഓഫ് ലൈഫ്, ഐ ബ്ലീഡ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ തോൺസ് ഓഫ് ലൈഫിൽ വീഴുന്നതും ബ്ലീഡ് ചെയ്യുന്നതുമൊക്കെ എനിക്കറിയാം. എന്തുകൊണ്ട്? എനിക്ക് സാഹിത്യത്തിലാണ് ഇൻട്രസ്റ്റ്. ഐ ഗോ ബിയോണ്ട് ദ സിലബസ്. ഓട്ട് വെസ്റ്റ്വിൻ്റെ പഠിക്കാനുള്ളെങ്കിൽ പോലും ഞാൻ ഷെല്ലിയുടെ മിക്കവാറും എല്ലാം വായിക്കുന്നു. ചിലത് മനസ്സിലാവുന്നു, ചിലത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഷെല്ലി എന്ന് പറയുന്ന കവിയുടെ ഒരു സമഗ്രത എനിക്ക് ബോധ്യപ്പെടുകയും ഷെല്ലി എൻ്റെ ഒരു സുഹൃത്തായി മാറുകയും ഷെല്ലിയെപ്പറ്റി ഞാനിങ്ങനെ വിസ്മയം കൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ ആ ചോദ്യം വന്നാൽ എനിക്കിനി പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ലല്ലോ. ബിക്കോസ് ഐ നോ ഹിം. എനിക്കറിയാം ഷെല്ലിയെ. അങ്ങനെ എല്ലാവരും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാനെങ്ങനെയാണ് പഠിച്ചത്? അങ്ങനെ പഠിച്ചതിൻ്റെ ഗുണം എനിക്കുണ്ടായി. എനിക്ക് റാങ്കൊക്കെ കിട്ടി. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ടാണ് എനിക്കൊരു ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് കേട്ടോ. ഞാൻ ഞരങ്ങിയതിൻ്റെ പാട് എനിക്കറിയാം. 600 മാർക്ക് കിട്ടാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം. ഇവിടെ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു, യൂണിവേഴ്സിറ്റി റാങ്കെല്ലാം കിട്ടുന്നു. അപ്പോൾ എനിക്ക് തോന്നി നീ മോശമല്ലാത്തൊരു കുട്ടിയാണെന്ന് നീ തിരിച്ചറിഞ്ഞോ? ആ ഒരു ധാരണയിൽ ഞാൻ വന്ന് IAS എഴുതുന്നു. ആദ്യം എഴുതുന്നു, കിട്ടിയില്ല. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടും. ഇത്രയും പഠിച്ചിട്ട് ഇത്രയും കിട്ടിയെങ്കിൽ എനിക്ക് ഇത്രയും കൂടെ പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. The realization that you are a good student made me, or rather emboldened me, to attempt the civil service. എൻ്റെ വീട്ടിലാരും സിവിൽ സർവൻസ് ആരുമില്ല. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ മകനുണ്ട്. പക്ഷേ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ സിനിമയിലാണ്. ഞങ്ങളുടെ വീട്ടിലെ ആർക്കും സർക്കാർ ജോലിയേ ഇല്ല. ഞാൻ പറയുന്നത് ഞാൻ വലിയ ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. എന്നെപ്പോലൊരു സാധാരണക്കാരൻ സിവിൽ സർവീസിനെ പറ്റി ചിന്തിക്കാൻ കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സെൽഫ് കോൺഫിഡൻസ് ഐ ഗോട്ട് ബൈ സ്റ്റഡിയിങ് എ സബ്ജക്റ്റ് ഓഫ് മൈ ചോയ്സ്. ലിറ്ററേച്ചർ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആത്മനിർവൃതി. അതെന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ ഐ വെൻ ബിയോണ്ട് ദ സിലബസ്. അതിനെന്നെ സഹായിച്ച ഒരു പ്രൊഫസർ ശാസ്ത്രിയുണ്ട്. അദ്ദേഹം പറയും, യു റീഡ് ദിസ് ബുക്ക്. കോളറിജിനെ പറ്റി പറയുമ്പോൾ ഇത് വായിക്കണം, അത് വായിക്കണം. അപ്പോൾ ഞാനിതൊക്കെ ലൈബ്രറി പോയിരുന്ന് രാത്രി 12 മണിക്ക് ഇതൊക്കെ വായിച്ചിട്ട് സൈക്കിളിൽ വിട്ട് തിരിച്ചു വന്ന് ഞാനവിടെ ബാക്കിയുള്ളവരോടൊന്നും എനിക്ക് വലിയ ചങ്ങാത്തമില്ല. എനിക്ക് കോളറിജ്, ഷെല്ലി, കീറ്റ്സ് ഒക്കെയാണ് നമ്മുടെ ആളുകൾ. അവരുമായിട്ട് ഞാനിങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി പോവാണ്. ഐ വിൽ തിങ്ക് ദറ്റ് ഷെല്ലി ഈസ് കമ്മിങ് വിത്ത് മീ. ഇങ്ങനെ വളരെ സന്തോഷിച്ച് ജീവിച്ചതുകൊണ്ട് because I went beyond the syllabus, I could discover that I had some potential. ഞാനിത് എൻ്റെ ആത്മപ്രശംസ പറയല്ല കേട്ടോ. അങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അവരാരാണ് എന്നുള്ളത് മനസ്സിലാകും. അവനറിയാത്ത അവൻ്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ we have to take him beyond the syllabus, make it as dynamic and interesting as possible and align it with the latest in the field. അവന് പുതിയ കാര്യങ്ങൾ നിങ്ങൾ അവന് മനസ്സിലാക്കാത്ത ഇക്വേഷനൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പോൾ സാഹിത്യം പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ ഗോ ബിയോണ്ട് ദ സിലബസ്. സിലബസിൽ നിൽക്കൂ, അതിനപ്പുറത്തേക്ക് ഇത്തിരി പോയി തിരിച്ചു വരണം. അങ്ങനെയുള്ള ഒരു അധ്യാപകൻ്റെ ക്ലാസ് ഒരു കുട്ടിയും മറക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രവുമല്ല അവൻ്റെ ഉള്ളിലെ മഹത്വത്തെ കണ്ടെത്താൻ അതവനെ സഹായിക്കും. അപ്പോൾ മൈ സിമ്പിൾ റിക്വസ്റ്റ് ഈസ് ദാറ്റ് ദ ടീച്ചർ ഷുഡ് ഗോ ബിയോണ്ട് ദ സിലബസ്, എനേബിൾ ദ ചൈൽഡ് ടു പീപ്പ് ബിയോണ്ട് ദ സിലബസ്. അതിന് ടീച്ചർ നിരന്തരമായിട്ട് അവരവരുടെ ഫീൽഡിലെ ഏറ്റവും പുതിയ ഗവേഷണങ്ങളെപ്പറ്റി നിങ്ങൾ വലിയ വലിയ പുസ്തകങ്ങളൊന്നും വായിച്ച് തലമുണ്ടാക്കണ്ട. ഈ ജേർണലിൻ്റെ അബ്സ്ട്രാക്റ്റ് എങ്കിലും വായിച്ചാൽ മതി. ജേർണലിലെ പേപ്പറുകളുടെ അബ്സ്ട്രാക്റ്റ് വായിച്ചാൽ മതി, മനസ്സിലാക്കും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണം. യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ടു ഡീറ്റെയിൽസ്. പക്ഷേ ദ വെരി ഫാക്ട് ദാറ്റ് സച്ച് റിസർച്ച് ഈസ് ഗോയിങ് ഓൺ വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു യു. അത് നമ്മളുടെ പാഠത്തിന് ഒരു പുതിയ പരിപ്രേക്ഷ്യം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് ഹ്യൂമാനിറ്റീസിനും സാധിക്കും, എല്ലാത്തിനും സാധിക്കും. ഇനി ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, ദാറ്റ് ഈസ് ഗോ ബിയോണ്ട് ദ സിലബസ്. 2, യു ഹാവ് ടു റീഡിഫൈൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദി സ്റ്റുഡൻറ്റ്. അപ്പോൾ റീഡിഫൈൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദ സിലബസ്. സെക്കൻഡ് ഈസ് റീഡിഫൈൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദ സ്റ്റുഡൻറ്റ്. അത് വളരെ എളുപ്പമാണ്. കുട്ടി ഒരു നമ്പർ എന്നുള്ളതിൽ നിന്ന് അവനൊരു വ്യക്തി എന്നുള്ളതിലേക്ക് കാണുക എല്ലാവരും പറയുന്ന കാര്യമാണ്. കുട്ടി ജീവിക്കുന്ന മാറുന്ന ലോകത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ഞാനൊരു സൈക്യാട്രിസ്റ്റോ സൈക്കിയോ അനാലിസ്റ്റോ ഒന്നുമല്ല. പക്ഷേ പല സ്കൂളുകളിലും ഇൻ ദർ ഈഗർനെസ് ടു വീഡ് ഔട്ട് ദ നോട്ട് സോ ഗുഡ് സ്റ്റുഡൻറ്റ്, ഇവിടെ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ
TC കൊടുത്ത് ചില പിള്ളേരെയൊക്കെ വിടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ പേരൻറ്റിനെ വിളിച്ചു വരുത്തി ഒരു നല്ല കുട്ടിയാണ് കേട്ടോ, പക്ഷെ പഠിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് TC തരികയാണ് എന്ന് പറഞ്ഞിട്ട് വിടും. ക്ലാസ്സിൽ തന്നെ ഒരു വിഷയത്തിന് മോശമായ കുട്ടിയെ ടീച്ചർമാർ പരിഗണിക്കുന്ന രീതി, ഒരു വിഷയത്തിന് മോശമായ കുട്ടി മോശക്കാരനായ ഒരു കുട്ടിയല്ല. ടീച്ചർ ഒരു കുട്ടിയെപ്പറ്റി പറയുന്ന കാര്യവും ഒരു പേരൻ്റ് അവനെ ശകാരിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. ടീച്ചേഴ്സ് വേർഡ്സ് ഹാവ് ഫാർ മോർ സ്ട്രൈക്കിംഗ് പവർ ദാൻ ദാറ്റ് ഓഫ് ദ പേരൻറ്റ്. കാരണം പേരൻ്റ് അവനെ രാപ്പകൽ ചീത്ത വിളിക്കാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ടീച്ചറുടെ വൺ വേർഡ്, വൺ ടച്ച്, ദാറ്റ് ഈസ് ഇനഫ്. നല്ലൊരു ടച്ചാണെങ്കിൽ അത് ധാരാളം മതി. ഒരു കഴിവുമില്ലാത്ത ഒരു കുട്ടിയും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നില്ല എന്ന് ക്ലാസ് മുറിയിൽ വെറുതെ പറയുകയല്ല, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം. ഡു നോട്ട് കൺസിഡർ എനി ചൈൽഡ് ആസ് ഡിവോയിഡ് ഓഫ് എനി മെറിറ്റ്. അവന് കണക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അവൻ ഇംഗ്ലീഷ് മോശമായിരിക്കും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഹീ ഈസ് എ ബാഡ് സ്റ്റുഡൻറ്റ്. ഹീ ഈസ് നോട്ട് എ ബാഡ് ഫെലോ. ഇത് നമുക്ക് അത്ര എളുപ്പമല്ല. എളുപ്പമല്ലാതാവുന്ന എന്തുകൊണ്ട്? ഈ A+ ഒബ്സഷൻ കിടക്കുന്നതുകൊണ്ടാണ്. അതിനിപ്പോൾ എന്താ മാർഗം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കുട്ടിയെ ഇൻട്രസ്റ്റോടു കൂടി പഠിപ്പിച്ച് അവനും കിട്ടി A+. അവനൊരു ഒരു ബൈ പ്രോഡക്റ്റായി മാറുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. താല്പര്യമില്ലാതെ പഠിക്കുന്നതുകൊണ്ടാണ് അവന് പരീക്ഷ എഴുതാൻ സാധിക്കാത്തത്. അപ്പോൾ കുട്ടികളോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഒരു പുതിയ യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നൊരു കാലമാണ്. കുട്ടിയായിപ്പോയിട്ടുണ്ടെങ്കിൽ കുട്ടി ഓൾസോ ബിക്കംസ് എ വിക്റ്റിം. അപ്പോൾ വിവാഹമോചനം നടത്തുന്നവർ കുട്ടിയാവുന്നതിന് മുമ്പ് ആ ജോലി അങ്ങ് നടത്തിയാൽ നല്ലതായിരിക്കും. ഒരു കുട്ടിയായിപ്പോയാൽ ബുദ്ധിമുട്ടാണ്. സിംഗിൾ പേരൻ്റായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടി, പേരൻറ്റിനോടൊപ്പം ജീവിക്കുന്ന ഒരു കുട്ടിയുടെ വൈകാരികാവസ്ഥ, വീട്ടിൽ ദിവസവും അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്ന ഒരു വീട്ടിലെ വൈകാരികാവസ്ഥ, അച്ഛൻ്റെയോ അമ്മയുടെയോ ജീവിതത്തിൻ്റെ ധാർമ്മികത ഇല്ലായ്മ കണ്ടു വളരുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ. ഇപ്പോൾ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മകൻ, ഞാൻ ചുമ്മാ പറയാം, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. 1 ലക്ഷം രൂപ അയാൾക്ക് ശമ്പളമുണ്ട്, പക്ഷേ അയാളുടെ ആവറേജ് മന്ത്ലി ചിലവ് 3 ലക്ഷം രൂപ വരും വീട്ടിൽ. സൽക്കാരങ്ങൾ, വലിയ കാറ്, യാത്ര എല്ലാം കൂടെ. അപ്പോൾ ഒരു കുട്ടി ബുദ്ധിമാനാണെങ്കിൽ വെച്ച് ചോദിക്കുക, അച്ഛനാകെ 1 ലക്ഷം രൂപയല്ലേ ശമ്പളം, നമ്മൾ കഴിഞ്ഞ മാസം തന്നെ 3.5 ലക്ഷം രൂപ ചിലവ്, അച്ഛൻ്റെ ഈ പൈസയൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് അവൻ ചിലർ ചോദിക്കും, ചിലർ ചോദിക്കില്ല. ചോദിക്കാത്ത കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ സംതിങ് അടിക്കുന്നുണ്ടെന്ന്. അച്ഛൻ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. അച്ഛൻ കൈക്കൂലി വാങ്ങിക്കുന്നു എന്നറിയുന്ന കുട്ടി ഒന്നുകിൽ ഹി വിൽ ഡിസൈഡ് ടു ഗോ ബൈ ഹിസ് ഫാദേഴ്സ് ഫുഡ് സ്റ്റെപ്സ് ഓർ ഹി വിൽ റിബൽ ഫ്രം വിത്തിൻ. എന്തായാലും ശരി, അവൻ്റെ മാനസികാവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോ വീട്ടിലുമുണ്ട് ഇമാതിരിയുള്ള എത്തിക്കൽ ഇഷ്യൂസ്. സാമ്പത്തികമായ ഇഷ്യൂസ് എളുപ്പമാണ് നമുക്ക് പരിഹരിക്കാൻ. അതിനകത്തും പ്രശ്നമുണ്ട്. കാരണം ഒരു കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയിൽ ആളുകൾ മത്സരിച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ അതിന് സാധിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് വൈകാരികമായ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും പരിഹരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടിയുടെ വൈകാരിക തലം മനസ്സിലാക്കാനൊരു എഫർട്ട്. ആ കുട്ടി മോശമായിട്ടാണ് ക്ലാസ്സിൽ പെരുമാറിയതെങ്കിൽ അത് അവൻ മോശപ്പെട്ടൊരു കുട്ടിയായതുകൊണ്ടല്ല, അവൻ്റെ സാഹചര്യം മോശമായതുകൊണ്ട് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത വെളിപാടുകൾ നമുക്ക് കിട്ടും. അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അവൻ്റെ വീട്ടിലെ വഴക്കുകാരൻ അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അവൻ്റെ അഭിമാനം ഇതൊന്നും പറയാൻ അനുവദിക്കില്ല ക്ലാസ്സിൽ. ആ കുട്ടിയുടെ അഭിമാനം ഇതൊന്നും അനുവദിക്കില്ല. പെൺകുട്ടികളാണെങ്കിൽ വേറെ സെൻസിറ്റിവിറ്റിയാണ്. ഞാൻ ഈ ആൺകുട്ടികളുടെ സൈക്കോളജിയായിട്ട് പറയുന്ന കാരണം നമുക്കതല്ലേ അറിയാവുള്ളൂ. പെൺകുട്ടികൾ കുറേ കൂടെ ഹൈപ്പർ സെൻസിറ്റീവാണ്. അവരിത്ര പോലും പറയില്ല, മറ്റേ ആൺകുട്ടികൾ തങ്ങളില്ലെങ്കിലും പറയും. അപ്പോൾ എ ടീച്ചർ ഹാസ് എ വെരി 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 സെൻസിറ്റീവ് ജോബ്. ഈ കുട്ടിയെ A+ കിട്ടില്ല എന്നുള്ളത് കണ്ടം ചെയ്യുന്നതിന് മുമ്പ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എമോഷണൽ ലോകത്തെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കണം. ആരും മനഃപൂർവ്വം ക്ലാസ്സിലിരുന്ന് പ്രശ്നമുണ്ടാക്കുകയേയില്ല. എവ്രിബഡി ക്രേവ്സ് ദി അറ്റൻഷൻ ഓഫ് ദ ടീച്ചർ. ആ ടീച്ചറിനെ തഴയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ശിക്ഷ. ഞാൻ കണക്കിനകത്തൊക്കെ വലിയ പണ്ഡിതനൊന്നും അല്ലെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് വാങ്ങിപ്പോയേന്. ഇങ്ങനെ എന്തെങ്കിലും ഇക്വേഷൻ ചോദിച്ചാൽ എൻ്റെ മറുപടി വരുമ്പോഴത്തേക്ക് ഉത്തരം വരും, ഇയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല, നെക്സ്റ്റ്, അത് ശരി, അപ്പോൾ നമ്മളെ അങ്ങ് തഴയുകയാണല്ലേ എന്ന് തോന്നുന്നിടത്ത് എന്താണ് ഈ കുട്ടി വിചാരിക്കുന്നത്? ഞാൻ കണക്കിന് മോശക്കാരനാണെന്നാണ് ഇയാൾ വിചാരിക്കുന്നതെങ്കിൽ ഞാൻ ഡബിൾ മോശമായി കാണിച്ചു തരാം.
മനസ്സിലായില്ലേ? ഞാൻ 0 മാർക്ക് വാങ്ങിച്ച് കാണിച്ചു തരാം എന്നേ അവൻ വിചാരിക്കും. അല്ലാതെ സാറിനെ ഇമ്പ്രസ് ചെയ്യാൻ പഠിച്ചു കളയാമെന്ന് വിചാരിക്കില്ല. അങ്ങനെയല്ല സൈക്കോളജി. Whereas if you make an effort to handhold the child, he will make an effort. അത് പറ്റുന്നില്ല. അധ്യാപകർ they are in a terrible hurry. നിങ്ങൾ ആദ്യം ഈ തിരക്കൊന്ന് ഒഴിവാക്കണം. ഈ പോർഷൻ തീർക്കുക എന്നുള്ളൊരു തിരക്കുണ്ടല്ലോ, ഓട്ടപ്പന്തയം ഉണ്ടല്ലോ. CBSE കുറച്ച് കുറ്റം പറയണം, ബിക്കോസ് യുവർ സിലബസ് ഈസ് വെരി ഹെവി. അതിനെന്തെങ്കിലും ഒരു പോയിസ് കണ്ടുപിടിക്കണം. ഈ ഓട്ടപ്രദക്ഷിണം, പോർഷൻ തീർക്കുക എന്നുള്ളൊരു ഓട്ടപ്രദക്ഷിണം ഉണ്ടല്ലോ. നിങ്ങൾ ഓടിക്കുള്ളൂ, പക്ഷെ കുട്ടി അറിയരുത് ടീച്ചർ ഒരു ഓട്ടത്തിലാണെന്നുള്ളത്. അതാണ്, നിങ്ങൾ ഓടണം. നിങ്ങൾ ഓടിയില്ലെങ്കിൽ പോർഷൻ തീരുമില്ല, അതെനിക്കും അറിയാം. പക്ഷെ കുട്ടി അറിയരുത്. യു ഷുഡ് ഹാവ് ദറ്റ് പോയിസ്. നമുക്ക് സമയമുണ്ട്, എല്ലാ കുട്ടിക്ക് കൊടുക്കാനും എൻ്റെ കയ്യിൽ സമയമുണ്ട് എന്ന വിചാരത്തോടു കൂടി നിൽക്കുകയും, മോശപ്പെട്ട പെരുമാറ്റം കാഴ്ചവെക്കുന്ന കുട്ടി, he or she is only trying to grab the attention of the teacher. എൻ്റെ ശ്രദ്ധയാണ് ഇവൻ ആവശ്യപ്പെടുന്നത്, അതിനാണ് ഈ അലമ്പ് കാണിച്ചത് എന്ന് വിചാരിക്കാനുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഉണ്ടായേ പറ്റൂ. യു കൺസിഡർ ഹിം ആസ് യുവർ ഓൺ ചൈൽഡ്. ടീച്ചിങ് ഈസ് ഓൾസോ കോ-പേരൻറ്റിങ്. ടീച്ചിങ് ഈസ് ഓൾസോ കോ-പേരൻറ്റിങ് എന്ന് ഞാൻ പറയും. ആ കുട്ടിയുടെ പേരൻ്റ് അവിടെ ഇല്ല. യു ആർ ഇപ്പോഴത്തെ തൽക്കാലത്തെ പേരൻ്റ് നിങ്ങളാണ്. അവനൊരു പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ അമ്മയോട് എങ്ങനെ പറയുമോ, അച്ഛനോട് എങ്ങനെ പറയുമോ, അതേപോലെ കേൾക്കാനുള്ളൊരു മനസ്സ് ക്ലാസ്സിലല്ലെങ്കിൽ സ്വകാര്യമായിട്ട് പിന്നീട്. കൺവേ ദി മെസ്സേജ് ദറ്റ് ഐ ഹാവ് ഓൾ ദ ടൈം ഫോർ യു. എനിക്ക് തരാൻ നിനക്ക് തരാൻ എൻ്റെ സമയമുണ്ട്, ക്ലാസ് കഴിയട്ടെ ദീപ എന്ന് പറയുമെങ്കിൽ 90% ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ഇംപ്രൂവ്. അവനെ തഴഞ്ഞുകൊണ്ടേയിരുന്നാൽ അവൻ്റെ കയ്യിലുള്ള പുതിയ നമ്പറുകൾ അവൻ ഇറക്കിക്കൊണ്ടേയിരിക്കും. പുതിയ നമ്പറുകളാണല്ലോ. ടീച്ചറുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, ടീച്ചർ അലോസരപ്പെടുത്തുക, ടീച്ചറിൽ നിന്ന് 4 ചീത്ത കേൾക്കുക. അവൻ്റെ സെൽഫ് ഇമ്പോർട്ടൻസ് അണ്ടർലൈൻ ചെയ്യാനുള്ള വേലയാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങളുടെ സ്കൂളിലൊന്നും അങ്ങനെയുള്ള പിള്ളേരുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഓൺലി വേ. കൺവേ ദ മെസ്സേജ് ദറ്റ് ഐ ഹാവ് ഓൾ ദ ടൈം ഫോർ യു, കം ലെറ്റ് us talk. ടീച്ചിങ് ഈസ് ഓൾസോ കോ-പേരൻറ്റിങ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ആ കുട്ടിയെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴടക്കാൻ സാധിക്കൂ. ബിക്കോസ് അറ്റ് ദാറ്റ് ഏജ് ഹീ ഈസ് വൾണറബിൾ. ഹീ വോണ്ട്സ് യുവർ അറ്റൻഷൻ, ഹീ വോണ്ട്സ് യുവർ ടൈം, ഹീ വോണ്ട്സ് യുവർ ലവ്. ഒരു ടച്ച് മതി. അവനെ പിയർ ഗ്രൂപ്പിൽ ഒരിക്കലും കണ്ടം ചെയ്യാതെ, നീ ഒരു മരമണ്ടൻ, നിൻ്റെ അടുത്ത് ചോദിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ച സമയത്ത് വാഴ വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്ന നമ്മുടെ ചില നാടൻ പ്രയോഗങ്ങളുണ്ടല്ലോ. നിങ്ങളതൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പഴയ കാര്യമാണ് ഈ പറയുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ പുതിയ ഭാഷ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ desist from such things. Every child is a supreme ആയിട്ട് അവനിരിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അവൻ. അവനൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ആൻഡ് റെസ്പെക്ട് ഹിസ് പേഴ്സണാലിറ്റി. ആൻഡ് ഓൾ സ്റ്റുഡൻസ് ഡു നോട്ട് ഹാവ് ഐഡൻറ്റിക്കൽ പേഴ്സണാലിറ്റീസ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലെ എവറി ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ്. അതാണ് ക്ലാസ് റൂമിൻ്റെ എന്താണ് യേശു ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ ഈ ക്ലാസ് മുറിയുടെ ഐശ്വര്യം എന്താണ്? ഇവൻ്റെ പേഴ്സണാലിറ്റി ഡൈവേഴ്സിറ്റിയാണ്. എല്ലാവരും ഇങ്ങനെ അറ്റൻഷനായിട്ട് പോലീസുകാരുടെ ക്ലാസ്സിൽ പോകുമ്പോൾ ഇരിക്കും. പോലീസുകാർ ക്ലാസ് എടുക്കാൻ പോയാൽ അങ്ങനെ എല്ലാ അറ്റൻഷനായിട്ട് കണ്ടിരിക്കുക. ചിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചിരിക്കും. കൈ കൊട്ടിയൊക്കെ ടക്ക് 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 എന്ന് കൊട്ടും. നിങ്ങൾ NCC കൊട്ടും, ദയവേത് കൊട്ടിക്കരുത് അങ്ങനെ കേട്ടോ. കൊട്ടുന്നത് സ്പോണ്ടേനിയസ് ആക്ടിവിറ്റിയാണ്. ടക്ക് 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 ഉടനെ ടക്ക് ടക്ക്. കുട്ടിയുടെ സ്പോണ്ടേനിറ്റി കളയുകയാണ് കേട്ടോ. പോലീസുകാർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെയാണ്. ചിരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ചിരിക്കും. പിന്നെ ദർ ഇസ് നോ ഡൈവേഴ്സിറ്റി. യൂണിഫോമിൽ ഡൈവേഴ്സിറ്റി പാടില്ല, അതുകൊണ്ടല്ല യൂണിഫോം എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റിയുടെ അഗൻസ്റ്റ് അല്ല യൂണിഫോം. അപ്പോൾ ക്ലാസ്സിൽ യൂണിഫോം ഇടണമെന്ന് ചോദിക്കും, അതിന് വേറെ സോഷ്യോളജിക്കൽ കാര്യങ്ങളുണ്ടാവും. പക്ഷേ പേഴ്സണാലിറ്റി യൂണിഫോമിറ്റിയുടെ ആവശ്യമില്ല. ദർ ഷുഡ് ബി, ഈവൻ ആസ് ദേ ആർ ഇൻ യൂണിഫോം, ദർ ഷുഡ് ബി ഡൈവേഴ്സിറ്റി ഇൻ പേഴ്സണാലിറ്റി. ആൻഡ് ദ ടീച്ചർ ഷുഡ് ബി വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ ഡൈവേഴ്സിറ്റി ഓഫ് പേഴ്സണാലിറ്റി. എന്നെ ടീച്ചർ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഐ ആം എ മച്ച് മോർ ടൈമബിൾ പേഴ്സൺ ദാൻ ഇഫ് യു ട്രീറ്റ് മീ ആസ് ഒരു വേവേർഡ് ചൈൽഡായിട്ട് എന്നെ കൺസിഡർ ചെയ്യാതെ എന്നെ പേഴ്സണാലിറ്റിയെ ടീച്ചർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൾസോ റെസ്പെക്റ്റ് യു. ഇതാണ് സ്റ്റുഡൻറ്റുമായിട്ടുള്ള പ്രശ്നം. പിന്നെ എക്സാമിനേഷനോടുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ സിലബസുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞു. എക്സാമിനേഷൻ ഷുഡ് ബി എ ബൈ പ്രോഡക്റ്റ്. ഏത് വിഷയവും അതിൻ്റെ സമഗ്രതയിൽ പഠിച്ച ഒരു കുട്ടിക്ക് പരീക്ഷയുടെ തലേദിവസം അവൻ്റെ വീട്ടിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് 10ാം ക്ലാസ്സിലെ കുട്ടി ആയി കഴിയുമ്പോഴത്തേക്ക് വീട്ടിനകത്ത് പിന്നെ അടിയന്തരാവസ്ഥയാണ്. അതിനേക്കാൾ ഭീകരമാണ്. അയൽവക്കക്കാരുമായിട്ട് ബന്ധമില്ല, വീട്ടിലാരും വരാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല, പിന്നെ അമ്മമ്മ TV കാണാൻ പാടില്ല, സീരിയൽ കാണാൻ പാടില്ല. മോൻ 10ലാണ്, മോള് 10ലാണ്. ഇത് കേട്ടാൽ തോന്നി 10 എന്ന് പറയുന്നത് ഹിമാലയ എവറസ്റ്റ് കയറും പോലെയാണെന്നാണ്. അവൻ എല്ലാ പാഠവും പഠിക്കാത്തത് കൊണ്ടാണ് ഈ അവസാന നിമിഷ ബഹളം. ആ പാഠങ്ങളെല്ലാം പഠിപ്പിച്ച് സിലബസിൻ്റെ സമഗ്രതയിൽ പഠിപ്പിച്ച്
അവൻ്റെ വ്യക്തിത്വത്തെയും മാനിച്ച് നിങ്ങൾ അവനെ മനസ്സിലാക്കി കൊടുക്കൂ, അവനെല്ലാം മണിമണിയായിട്ട് പറയും. ഒരു ചെറിയൊരു ബ്രഷിംഗ് അപ്പ് മാത്രമേ ഉള്ളൂ അവസാനത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഈ എക്സാമിനേഷൻ ഫിക്സേഷൻ ഷുഡ് ഗോ എവേ ഫ്രം ദി ക്ലാസ് റൂംസ് ആൻഡ് സിലബസിൻ്റെ ഹൊറൈസൺ വലുതാക്കുക എന്നുള്ളത് വന്നു കഴിയുമ്പോൾ എക്സാമിനേഷൻ ബിക്കംസ് എ സബ്സിഡിയറി ജോബ്. ഇല്ലെങ്കിൽ തന്നെ പരീക്ഷയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു 15 പാഠമുള്ള ഒരു വിഷയം, ഇനി അറിഞ്ഞില്ല 15-20 പാഠം ഉണ്ടാവും. ആ 20 പാഠത്തിൽ നിന്ന് 10 ചോദ്യം ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വരാത്തത് സ്റ്റാറ്റിസ്റ്റിക്കലി അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ പ്രാവശ്യം വരാത്തതൊക്കെ നോക്കി 10 ചോദ്യം. ഈ 10 ചോദ്യത്തിന് അവൻ ഉത്തരം എഴുതിയാൽ, അവൻ A+ കിട്ടിയാൽ, വി ഇൻഫർ ഓൾദോ ദർ വർ 24 ലെസൺസ് ബട്ട് ഓൺലി 12 ക്വസ്റ്റ്യൻസ് വർ ആസ്ഡ്, അല്ലെങ്കിൽ 15 ചോദ്യം ചോദിച്ചു, അതിൽ നിന്ന് 10 ചോദ്യത്തിന് അവൻ ഉത്തരം എഴുതിയപ്പോൾ അതെല്ലാം കൊള്ളാം. Therefore we infer that the student has mastered all the 24 lessons and the idea contained in it എന്നല്ലേ അതിൻ്റെ അർത്ഥം. 24 പാഠങ്ങളുള്ള ഒരു ശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ അവൻ ഭംഗിയായി എഴുതി A+ കിട്ടിയപ്പോൾ, അവൻ A+ കിട്ടിയ കുട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? We assume that because he wrote these 10 questions well, we infer that he knows the entire syllabus എന്നാണല്ലോ അർത്ഥം. അവൻ 24 പാഠത്തിലെ എല്ലാ വിഷയങ്ങളും A+ ആണെന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. ഡിസ്കൗണ്ടിങ് ദ ഫാക്ട് ദാറ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഈ പഠിക്കേണ്ട എന്ന് നമ്മൾ തന്നെ പറഞ്ഞു വിട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ അവൻ പഠിക്കാത്തത് ഉൾപ്പെടെ ഉണ്ട്. എന്നിട്ടും വി അസ്യൂം ദാറ്റ് ഹി ഈസ് എ മാസ്റ്റർ. അതല്ല ഇവിടെ വേണ്ടത്. വേർ നോളജ് ഈസ് ക്യാപിറ്റൽ, ഈസ് ഇസ് എ കൈൻഡ് ഓഫ് നോളജ് ദാറ്റ് വി വണ്ട് റിയൽ നോളജ്. റിയൽ നോളജ് കൊടുത്തു കഴിയുമ്പോൾ പരീക്ഷയുടെ തലേദിവസം അവൻ സിനിമ കാണും, ഒരു കുഴപ്പമില്ല, അവനെല്ലാം മനസ്സിലുണ്ട്. സിനിമ കാണണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഹീൽ ബി ഇൻ എ ഫ്രെയിം ഓഫ് മൈൻഡ് ബൈ വിച്ച് ഹീ ഡസൻറ്റ് ഹാവ്, പ്രത്യേകിച്ച് അവൻ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് എൻ്റെ ഐഡിയൽ സ്റ്റുഡൻറ്റ്. ഞാൻ എങ്ങനെയായിരുന്നു ചോദിച്ചാലല്ല, ഞാൻ അന്തം വിട്ട് പഠിച്ച് തന്നെയാണ് പരീക്ഷ എഴുതുന്നത്, ഇല്ലെന്നല്ല. പക്ഷേ എനിക്ക് സിലബസ് മുഴുവൻ അറിയാമായിരുന്നു എന്ന് ഞാൻ ആവർത്തിച്ച് പറയും. ഞാനൊന്നും വിട്ട് പഠിച്ചില്ല, കാരണം സാഹിത്യത്തിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം പഠിക്കുകയാണ്. ചിലരൊക്കെ പറയും ഡ്രൈഡനും പോപ്പിൽ നിന്നും ചോദ്യം വരില്ല, വേർഡ്സ്വർത്തിൽ നിന്നേ വരുള്ളൂ, ഡ്രൈഡനെയും പോപ്പിനെയും വിട്ടേക്കും. പക്ഷെ നമ്മളെങ്ങനെ വിടും? പോപ്പ് റൈറ്റ്സ് എക്സലൻറ്റ് പോയിട്രി, അതുകൊണ്ട് എനിക്ക് പഠിക്കണ്ടേ? ബിക്കോസ് ഐ ലവ് ദറ്റ് പോയിട്രി, ഐ ലേൺ ഇറ്റ്. എനിക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല. ഡ്രൈഡനൊക്കെ ഒരു പിന്നെ കുറച്ച് കോമിക്കലായിട്ട്, എന്ത് ഹ്യൂമറസ് ആയിട്ട് എഴുതുന്ന ആളുകളാണ്. ഇപ്പോഴും ഡ്രൈഡൻ്റെ ചില വരികളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതാണ് റൈപ്പ് ഇൻ ഫൂളിഷ്നെസ് ഫ്രം ടെൻഡർ ഏജസ് എന്നൊക്കെ പറയും. നല്ല അന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില വരികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളൊക്കെ ഹൃദയസ്ഥമാക്കുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയല്ല, ആ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക്, അപ്പോൾ പരീക്ഷയുമായിട്ടുള്ള കുട്ടിയുടെ ബന്ധത്തെ നമ്മൾ പുനർനിർവചിക്കണം.